സ്നേഹാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം ഈശ്വര ചൈതന്യ ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നിറയട്ടെ നിറഞ്ഞൊഴുകിടട്ടെ മാനവ ഹൃദയ നിലങ്ങളിലെന്നും ഈശ്വര ചൈതന്യ ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നൽകിടാൻ നമുക്കുള്ളതെല്ലാം സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ നൽകിടാൻ നമുക്കുള്ളതെല്ലാം സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ നന്മകൾ ചെയ്തിടാം നല്ലതോ ചെയ്തിടാം ഈശ്വര സൃഷ്ടിയായി മാതൃകയായി ഈശ്വര സൃഷ്ടിയായി മാതൃകയായി ഈശ്വര ചൈതന്യ ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. താങ്ക് യു അനാമിക. അടുത്തതായി ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി KKTM ഗവൺമെന്റ് കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി ശ്രീ AM ഷിനാസ് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നടത്തുന്നത് KKTM ഗവൺമെന്റ് കോളേജും തൃശ്ശൂർ സെന്റ് മേരീസ് കോളേജും സംയുക്തമായി നടത്തുന്ന ലോക്കൽ ഹിസ്റ്ററി വർക്ക്ഷോപ്പാണ്. അതിൻ്റെ ഉദ്ഘാടന ദിവസമാണിന്ന്. ഞങ്ങൾ ലോക്കൽ ഹിസ്റ്ററി വർക്ക്ഷോപ്പ് എല്ലാ വർഷവും 2-3 ദിവസങ്ങൾ നടത്താറുള്ളതാണ്. ഈ വർഷം അത് സെന്റ് മേരീസ് കോളേജുമായി സഹകരിച്ച് സംയുക്തമായി നടത്താനാണ് തീരുമാനം. അതിൻ്റെ ആദ്യ ദിവസമാണ് ഇന്ന്. ഈ ദിവസം നമ്മെ അഭിസംബോധന ചെയ്യുന്നത് PSMO കോളേജിലെ ചരിത്ര വകുപ്പ് മേധാവിയായിരുന്ന, അതുപോലെ കഴിഞ്ഞ വർഷം വരെ സോഷ്യൽ സയൻസിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡീനായിരുന്ന, ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, കേരള ചരിത്ര ഗവേഷണ കൗൺസിലിലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായ, അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ മലബാർ സ്റ്റഡീസിലെ ഗവേണിംഗ് കൗൺസിൽ മെമ്പറായ, മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ആനുകാലികങ്ങളിൽ ചരിത്രവിജ്ഞാനീയപരമായ ലേഖനങ്ങൾ എഴുതുന്ന ഡോക്ടർ PP അബ്ദുൽ റസാഖ് സാറാണ്. അപ്പോൾ ഇന്നത്തെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഡോക്ടർ MR രാഘവ വാര്യർ മാഷായിരുന്നു. അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകൾ കാരണം അദ്ദേഹത്തിൻ്റെ പേപ്പർ അയച്ചു തരികയും എന്നോട് അത് അവതരിപ്പിക്കാൻ പറയുകയും ചെയ്തെങ്കിലും നമ്മുടെ ഈ പാനലിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ സമുചിതനായ മറ്റൊരാൾ കൂടി ഉള്ളതുകൊണ്ട് ഡോക്ടർ PP അബ്ദുൽ റസാഖ് സർ, അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, വീണ് കാലിന് പരിക്ക് പറ്റി ആശുപത്രിയിലാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഇരിക്കുന്നത് ഇങ്ങനെ കാലൊക്കെ ചാരി വെച്ച് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അപ്പോൾ എൻ്റെ സ്നേഹപൂർവമായ നിർബന്ധം ഏറി വന്നപ്പോൾ മാത്രം ആണ് അദ്ദേഹം ഇതിന് സമ്മതിച്ചത്. അപ്പോൾ അതിൻ്റെ നന്ദി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് സ്വാഗതം ചെയ്യപ്പെടേണ്ട 2 കോളേജുകളിലെയും, KKTM കോളേജിലെയും അതുപോലെ തന്നെ സെന്റ് മേരീസ് കോളേജിലെയും പ്രിൻസിപ്പൽമാർ, അവരുടേതായ തിരക്കുകൾ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചില പ്രശ്നങ്ങളുണ്ട്.
അതുകൊണ്ട് അവരുടെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച, ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തൻ്റെ സ്വതസിദ്ധമായ സഹജമായ നൈസർഗികമായ അലസത കാരണം, മടി കാരണം കൂടുതലൊന്നും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ മടിച്ചു നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ പി പി അബ്ദുൾ റസാഖ്. അദ്ദേഹത്തെ പലപ്പോഴും ഇന്ത്യൻ എക്സ്പ്രസിൽ ചില കോളങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ പിന്നാലെ നടന്ന് അദ്ദേഹം 5-6 കോളങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ സവിശേഷമായി വിദഗ്ധമായി ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്നവർ പലരും നിശബ്ദരായിരിക്കുന്ന, മടി പിടിച്ചിരിക്കുന്ന, അലസതയുള്ള ഒരു വിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് മീഡിയോക്കർ, ശരാശരി നിലവാരമുള്ള ആളുകൾ, ഞാൻ എന്തിനും മുൻപേ എന്ന് പറഞ്ഞ് എല്ലാറ്റിലും ഒരു മിടുക്ക് കാണിക്കുന്ന മറ്റൊരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചില പരിപാടികൾക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാറുള്ളത് ഇങ്ങനെ വളരെ നിർബന്ധപൂർവമായ, സ്നേഹപൂർവമുള്ള നിർബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അങ്ങനെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അപ്രതീക്ഷിതമായി നമ്മളൊക്കെ അറിയുന്ന, ആദരിക്കുന്ന UC കോളേജിലെ, ആലുവയിലെ UC കോളേജിലെ പ്രഗത്ഭനായ അധ്യാപകനും ഗവേഷകനുമായ സെബാസ്റ്റ്യൻ സാർ ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് കോളേജുകളിലെ അധ്യാപകരും ഉണ്ടാവും. അപ്പോൾ ആ അധ്യാപകർക്കും ഗവേഷകർക്കും പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 2 കോളേജിലെയും വിദ്യാർത്ഥികൾക്കും മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് സാറിനെ ഈ ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹം നമ്മോട് പറയാൻ പോകുന്നത് ഫ്രം മാക്രോ ഹിസ്റ്ററി ടു മൈക്രോ ഹിസ്റ്ററി എന്ന ടോപ്പിക്കാണ്. അപ്പം അതിലേക്ക് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. മാഷേ, പറഞ്ഞോളൂ. Yes. Am I audible to you all? Yes, yes. Okay. പ്രിയപ്പെട്ട ഷിനാസ്, ജിജി, പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, I am reminded of the words of H.A.L. Fisher, the historian. He was always requesting the historians to deal with the play of contingencies and unforeseen in history. The play of contingencies and unforeseen in history. ചരിത്രത്തിലെ യാദൃച്ഛികതകളെക്കുറിച്ച് കൃത്യമായിട്ട് ചരിത്രകാരൻ ബോധവാന്മാരാവണം എന്ന ഒരു ഉപദേശം H.A.L. ഫിഷർ നൽകുന്നത്. സത്യത്തിൽ ഇതൊരു യാദൃച്ഛികതയാണ്. യാദൃച്ഛികമായി ഞാനൊരു പാലത്തിൽ നിന്ന് വീണു. ഇങ്ങനെ ഫ്രം വെർട്ടിക്കുലാരിറ്റി ടു ഹൊറിസോണ്ടാലിറ്റി ഒരു 1.5 മാസം കഴിയേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഡെസ്പൈറ്റ് ഓൾ ദീസ് പ്രോബ്ലംസ്, നേരത്തെ ഷിനാസ് പറഞ്ഞ പോലെ സ്നേഹമസൃണമായിട്ടുള്ള ചില ശാഠ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ വഴങ്ങിക്കൊടുക്കുന്ന ശീലമുണ്ട്. അങ്ങനെ ഒരു ശാഠ്യത്തിന്റെ മുന്നിൽ ഞാൻ വഴങ്ങായിരുന്നു. അപ്പൊ എത്ര നേരമാണ് എനിക്ക് ഈ പൊസിഷനിൽ, ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ എത്ര നേരം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിൽ പോലും ഒരു അരമണിക്കൂറൊക്കെ പോകുമെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അപ്പോൾ ആ അർത്ഥത്തിൽ തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് മാറുന്നത്. എന്തായാലും KKTM കോളേജും അതുപോലെ തന്നെ സെന്റ് മേരീസ് കോളേജും സംയുക്തമായി നടത്തുന്ന ഈ സെമിനാറിലേക്ക് എൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഈ 2 കോളേജിലെ ചരിത്ര വകുപ്പിന്റെ ശാഠ്യത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയണം.
എന്നോടിവിടെ സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫ്രം മാക്രോ ഹിസ്റ്ററി ടു മൈക്രോ ഹിസ്റ്ററി, മാക്രോ ഹിസ്റ്ററി ടു മൈക്രോ ഹിസ്റ്ററി, സ്ഥൂല ചരിത്രത്തിൽ നിന്ന് സൂക്ഷ്മ ചരിത്രത്തിലേക്ക് എന്നതിനെ കുറിച്ചാണ് ഷിനാസ് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം, among all the disciplines, history may be the most vibrant and the most dynamic discipline. എല്ലാ വിജ്ഞാന ശാഖകളിലും വെച്ച് ഏറ്റവും ജീവസുറ്റ, ഏറ്റവും ജൈവമായിട്ടുള്ള ഒരു വിഷയമാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ചരിത്രം നിരന്തരമായി മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്നു. അല്ലെങ്കിൽ ചരിത്രം വളരും തോറും അത് മാറുന്നുകൊണ്ട്, പണ്ട് R.S. ശർമ്മ പറയുന്നുണ്ട്, ഹിസ്റ്ററി ചേഞ്ചസ് ആൻഡ് ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് ചേഞ്ചസ്. ഇത് വളരും തോറും അത് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റമാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത്. സ്ഥൂല ചരിത്രത്തിൽ നിന്ന് സൂക്ഷ്മ ചരിത്രത്തിലേക്ക് ചരിത്രം വഴിമാറുന്നുണ്ട്. അല്ലെങ്കിൽ ഘടനയുടെ ചരിത്രത്തിൽ നിന്ന് ഹിസ്റ്ററി ഓഫ് സ്ട്രക്ചേഴ്സ്, നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇവന്റ്സിലേക്ക്, സംഭവങ്ങളുടെ ഇവന്റ് മെന്റാലിറ്റി എന്നൊക്കെ ഫിനാൻസ് ഹിസ്റ്റോറിയൻസ് പറയുന്ന സംഭവങ്ങളുടെ ചരിത്രത്തിലേക്ക് ചരിത്രം വഴിമാറുന്നു. അതുപോലെ തന്നെ മേലാള ചരിത്രത്തിൽ, ഹിസ്റ്ററി ഓഫ് ദി എലീറ്റ്, മേലാള ചരിത്രത്തിൽ നിന്ന് നമ്മൾ കീഴാള ചരിത്രത്തിലേക്ക്, ഹിസ്റ്ററി ഓഫ് സബാൾട്ടേൺസ് വഴിമാറുന്നുണ്ട്. അതുപോലെ തന്നെ മഹാപുരുഷന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ സ്ത്രീകളുടെ ചരിത്രത്തിലേക്ക്, പുരുഷന്മാരുടെ ചരിത്രത്തിൽ നിന്ന് സ്ത്രീപക്ഷ ചരിത്രത്തിലേക്ക് വഴിമാറുന്നുണ്ട്. അതേപോലെ തന്നെ മഹാപുരുഷന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഗ്രേറ്റ് മെൻ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പിറക്കികളുടെ ചരിത്രത്തിലേക്ക് വഴിമാറുന്നു. ഹിസ്റ്ററി ഓഫ് ദി റിച്ച്, ഫ്രാൻസ് ഫാനന്റെ പുസ്തകം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ചരിത്രം നിരന്തരമായി പുതിയ മേച്ചിൽ പുറങ്ങളെ തേടി അലയുന്നുണ്ട്. പണ്ട് ഈ കടമ്മനിട്ടൊക്കെ പാടിയ പോലെ ചരിത്രകാരൻ ഇനി ഒരു തുറുകണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അടയാത്ത കണ്ണ്. അങ്ങനെ അടയാത്ത തുറുകണ്ണുമായിട്ട് ചരിത്രകാരൻ ഇങ്ങനെ സകല ദിക്കിലേക്ക് നോക്കുന്നു. ഇപ്പൊ സകല ദിക്കിലേക്ക് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ചരിത്രം എഴുതുന്നു ഒരു അവസ്ഥയിലേക്ക് ചരിത്രകാരൻ മാറിയിട്ടുണ്ട്. JBS ഹാൾഡേ എന്നൊക്കെ പറയുന്ന പോലെ എവറിത്തിങ് ഹാസ് എ ഹിസ്റ്ററി, എല്ലാത്തിനും ചരിത്രമുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ചരിത്രകാരൻ അല്ലെങ്കിൽ ചരിത്രകാരന്മാര് മാറിയിട്ടുണ്ട്. അങ്ങനെ വിശാലമായ ക്യാൻവാസിലേക്ക് നമ്മള് വഴിമാറുന്നുണ്ട്. അതേസമയം തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നും, അപ്പൊ ഉദാഹരണത്തിന് സ്ഥൂല ചരിത്രത്തിൽ നിന്ന് സൂക്ഷ്മ ചരിത്രത്തിലേക്ക് നമ്മൾ ചുരുങ്ങുകയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ചരിത്രത്തിന്റെ ചുരുങ്ങലല്ല അത്, മറിച്ച് അത് ചരിത്രത്തിന്റെ വളർച്ചയാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ പ്രവിശാലമായ മാക്രോ ഹിസ്റ്ററിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ വലിയ ഒരു ക്യാൻവാസിൽ നിന്ന് നമ്മൾ ഈ സൂക്ഷ്മ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ സൂക്ഷ്മ ചരിത്രം എന്ന് പറയുന്ന ചെറിയ ക്യാൻവാസിലേക്ക് നമ്മുടെ അന്വേഷണം ചരിത്രകാരന്മാർ ഒതുക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും സൂക്ഷ്മ ചരിത്രം അല്ലെങ്കിൽ മൈക്രോ ഹിസ്റ്ററി എന്ന രൂപത്തിലുള്ള ഒരു ചരിത്ര രചനാ പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നു? പല കാരണങ്ങൾ ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് this micro history was really a movement against the dominant discourses in historiography. ആധിപത്യ വ്യവഹാരങ്ങളോടുള്ള ഒരു എതിർപ്പ്, അതിനോടുള്ള ഒരു പ്രതിഷേധം. ഈ ആധിപത്യ വ്യവഹാരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയോ അനാലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ തന്നെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലൊക്കെ തന്നെ
നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇപ്പൊ ബ്രോദേൽ വാസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ദിസ് സ്ട്രക്ചറലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി അല്ലേ. സ്ട്രക്ചേഴ്സിനെയാണ് കാര്യമായിട്ട്, ഇപ്പം ഇക്കണോമിക് സ്ട്രക്ചേഴ്സ്, ഘടനയാണ്. ഇപ്പം ഹിസ്റ്ററി ഈസ് നോട്ട് ദി നെറേറ്റീവ് ഓഫ് ഇവന്റ്സ് ബട്ട് ഇറ്റ് ഈസ് എൻ അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ബ്രോദേലാണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് ഈ അനാലിസിസ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു മൂന്നാമത്തെ തലമുറയിൽപ്പെട്ട ചിലരാണ്. ഒരുപക്ഷെ ലഥൂരിയെ പോലെയുള്ള ഒരു ചരിത്രകാരനാണ് ഈ മൈക്രോ ഹിസ്റ്ററി വളരെ കൃത്യമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഘടനയുടെ ചരിത്രത്തിൽ നിന്നും വഴിമാറി സൂക്ഷ്മ ചരിത്രത്തിലേക്കൊക്കെ നടന്നെടുക്കുന്ന ഒരാൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തൊട്ടും ഈ അനാലിസിന്റെ ഒരു ഗ്രോത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാവുന്നത് ഓരോ പുതിയ തലമുറയും പഴയ തലമുറയോടുള്ള ഒരു നിഷേധത്തിന്റെ ഭാഗമായിട്ട് അവർ പിന്തുടർന്ന വഴികളിൽ നിന്ന് നമ്മൾ റോഡ് നോട്ട് ടേക്കണം എന്നൊക്കെ പറയുന്നത്, മാത്യു നോട്ട്, അവരെടുക്കാത്ത പാതയിലേക്കുള്ള ഒരു വഴിമാറൽ നമുക്ക് കാണാം. അത് ആ പഴയ തലമുറയോടുള്ള ഒരു റിബല്യനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ബ്രോദേലിന്റെയൊക്കെ ഈ ഘടനാവാദത്തെ അല്ലെങ്കിൽ ഘടനയുടെ ചരിത്രം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഹിസ്റ്റോറിയൻ ഹാസ് ടു ഫോക്കസ് ഓൺ സ്ട്രക്ചേഴ്സ് ബിക്കോസ് ഇവന്റ്സ് ആർ സർഫസ് ഡിസ്റ്റർബൻസസ് എന്നാണ് പറയുന്നത്. സംഭവങ്ങൾ എന്ന് പറയുന്നത് ഉപരിതലത്തിലെ ചലനങ്ങൾ മാത്രമാണ്. ദി ക്രസ്റ്റ് ഓഫ് ദി ഫോം ദാറ്റ് ദി ടൈഡ്സ് ഓഫ് ഹിസ്റ്ററി ക്യാരി ഓൺ ഇറ്റ്സ് ബാക്ക് എന്നാണ് അല്ലെ. ചരിത്രമാകുന്ന മഹാസാഗരത്തിലെ തിരച്ചാത്തുകളുടെ നുരയും പതയുമാണ് സംഭവങ്ങൾ. So what you have to do, what a historian has to do is to dive deep into the or beneath the surface waves. ഈ ഉപരിതലത്തിൽ നിന്നും ചരിത്രമാകുന്ന സാഗരത്തിന്റെ അഗാധഗർത്തങ്ങളിൽ അവിടെയാണ് സ്ട്രക്ചേഴ്സ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ there is no meaning in focusing on events. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, no meaning in writing the history. ഇപ്പം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പാർട്ട്, ടൈറ്റിലിന്റെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇൻ ദി ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്നാണ്. ഫിലിപ്പ് സെക്കൻഡിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി ഈസ് ദി പ്രിസണർ ഓഫ് ഡെസ്റ്റിനി എന്നാണ്. വിധിയുടെ തടവുകാരനാണ്. അണേബിൾ ടു ആൾട്ടർ ദി കോഴ്സ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിന്റെ ഗതിയെ ഒരർത്ഥത്തിലും സ്വാധീനിക്കാൻ പറ്റാത്ത, നിയന്ത്രിക്കാൻ പറ്റാത്ത നിസ്സഹായനായ വിധിയുടെ തടവുകാരനായിട്ടാണ് ഫിലിപ്പ് സെക്കൻഡിനെ അദ്ദേഹം ഈ പുസ്തകത്തിൽ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസിൽ അദ്ദേഹം വിവരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അത് ഒരു ഘടനയാണ്, ഘടനയുടെ ചരിത്രമാണ് ചരിത്രം, ഘടനയുടെ വിശകലനം മാത്രമാണ് ചരിത്രം, അല്ലാതെ സംഭവങ്ങളുടെ വിശദീകരണമല്ല എന്ന് വാദിച്ചിട്ടുണ്ടായിരുന്ന ബ്രോദേലിനെ പോലെയുള്ള ഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ചരിത്രകാരന്മാരോടുള്ള ഒരു പ്രതിഷേധം. ഇത് ബ്രോദേല് മാത്രമല്ല, മിക്കവാറും പ്രമുഖ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരൊക്കെ തന്നെ ഈ ഗണത്തിൽ ഈ പറയുന്ന ആധിപത്യ വ്യവഹാരങ്ങളോടുള്ള അല്ലെങ്കിൽ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ട് നിന്നവരാണ്. ആ ആധിപത്യ വ്യവഹാരങ്ങളോടുള്ള ഒരു കലഹത്തിന്റെ ഭാഗമായിട്ടാണ് സൂക്ഷ്മചരിത്രം എന്ന ഒരു ഗണം രൂപപ്പെടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, I would say that it was a kind of disenchantment with the grand narrative. ബൃഹത് ആഖ്യാനങ്ങളോടുള്ള ഒരു താല്പര്യക്കുറവും ഇതിന്റെ ഭാഗമായിട്ടായി, അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ പറയുന്ന സൂക്ഷ്മചരിത്രം എന്ന് പറയുന്ന ഗണം രൂപപ്പെടുന്നത്. സോ ഈ ഗ്രാൻഡ് നരേറ്റീവ്സിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, it does not capture the reality at the micro level. സൂക്ഷ്മ തലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഈ പറയുന്ന ഗ്രാൻഡ് നരേറ്റീവ്സ് നമ്മോട് പറഞ്ഞു തരുന്നില്ല.
It's a kind of linearity or linear progression-ായിട്ടുള്ള ഒരു ആഖ്യാന രൂപമാണ് നമുക്ക് ഗ്രാൻഡ് നരേറ്റീവ്സിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയില്ലേ, ഈ സൂക്ഷ്മാംശങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വിജയം മാഷ് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളോട് ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്, ഏറ്റവും ആഴത്തിലുള്ള സമുദ്രം ലോകത്തേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്. പക്ഷെ സ്വന്തം നാട്ടിലൂടെ ഒഴുകുന്ന പുഴ എവിടെ നിന്ന് ഡിസെൻഡ് ചെയ്യുന്നു, എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഈ ഗ്രാൻഡ് നരേറ്റീവ്സിലുള്ളത്. അപ്പൊ ഗ്രാൻഡ് നരേറ്റീവ്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, these grand narratives pass over the other cultures and other social groups. ഒരുപാട് സാമൂഹ്യ വിഭാഗങ്ങളെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ്, അതുപോലെ തന്നെ സമാന്തരമായിട്ട് ഒരുപാട് സംസ്കാരങ്ങളെ ബൈപ്പാസ് ചെയ്യുന്നു, ഗ്ലോസ് ഓവർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഗ്രാൻഡ് നരേറ്റീവ്സിനോട്, ബൃഹദാഖ്യാനങ്ങളോടുള്ള കലഹത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഗണം രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മൈക്രോ ഹിസ്റ്ററിയും മാക്രോ ഹിസ്റ്ററിയും തമ്മിലുള്ള, ഗ്രാൻഡ് നരേറ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എറിക് ഹോബ്സ്ബാമിനെ പോലെയുള്ളവർ പറയുന്നൊരു കാര്യം, ദി ഡിഫറൻസ് ഈസ് ബിറ്റ്വീൻ യൂസിങ് എ മൈക്രോസ്കോപ്പ് ആൻഡ് എ ടെലിസ്കോപ്പ്. നമ്മൾ ഗ്രാൻഡ് നരേറ്റീവ്സിൽ ടെലിസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം what is the strategy? Strategy in microhistory is a kind of zooming in and zooming out. Macro history നമ്മൾ zooming out ആണെന്നുണ്ടെങ്കിൽ, മൈക്രോ ഹിസ്റ്ററിയിൽ നമ്മൾ we follow a strategy of zooming in the focus. നമ്മളൊരു സൂക്ഷ്മ ഗണത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ തലത്തിലേക്ക് നമ്മുടെ ഈ ഇത് ഫോക്കസ് ചെയ്യുന്നു, നമ്മുടെ അന്വേഷണം ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അതേസമയം ഹോബ്സ്ബാം നമ്മളോട് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, യൂസിങ് എ മൈക്രോസ്കോപ്പ് ഡസ് നോട്ട് മീൻ ദാറ്റ് ടെലിസ്കോപ്പ് ഹാസ് ബിക്കം ഇറലവന്റ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇതിന്റെ നോട്ടീസിൽ KN പണിക്കർ കോട്ട് ചെയ്യുന്നിടത്ത്, ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ലോക്കൽ ഹിസ്റ്ററി ഈസ് നോട്ട് ലോക്കലൈസ്ഡ് ഹിസ്റ്ററി. ദിസ് ലോക്കൽ ഹാസ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ദി വൈഡർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഹോബ്സ്ബാം പറയുന്നൊരു കാര്യം, using a microscope does not mean that the telescope has become irrelevant. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this micro or local will be intelligible only in the context of the national or the global. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മൈക്രോ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു പേരാണ് ചീസ് ആൻഡ് വേംസ് അല്ലെ. കാർലോ ഗിൻസ്ബർഗിന്റെ ചീസ് ആൻഡ് വേംസ് എന്ന് പറയുന്ന പുസ്തകം, ദി കോസ്മോസ് ഓഫ് എ 16th century മില്ലർ, 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മില്ല് നടത്തിപ്പുകാരനായ മെനോച്ചിയുടെ ചരിത്രമാണ് നമുക്ക് ചീസ് ആൻഡ് വേംസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ കാർലോ ഗിൻസ്ബർഗ് നമ്മോട് പറയുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസാധാരണക്കാരനായ ഈ സാധാരണ മില്ലറുടെ ചരിത്രം പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വലിയ ഗ്രാൻഡ് നരേറ്റീവ്സ് അല്ലെങ്കിൽ മാക്രോ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മാക്രോ ലെവലിലുള്ള ചില പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് ഈ ട്രൂളി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിലെ 16ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനെ അന്നത്തെ ഈ ബൃഹത് ആഖ്യാനങ്ങൾ എങ്ങനെയാണ് സ്വാധീനിച്ചത്. ഉദാഹരണത്തിന് പ്രിന്റിംഗ് ടെക്നോളജി എന്ന് പറയും അല്ലെ, പ്രിന്റ് ക്യാപിറ്റലിസം
എങ്ങനെയാണ് ഈ പറയുന്ന അച്ചടി എന്ന് പറയുന്ന ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു ടെക്നോളജി 16-ാം നൂറ്റാണ്ടിൽ ഒരു വളരെ ഉൾനാടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു സാധാരണ ഗ്രാമീണന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു. അപ്പം ഈ മെനോച്ചിയുടെ ചരിത്രം ഫ്രൂളി എന്ന ഗ്രാമത്തിൽ ഒതുക്കി പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന ഫ്രൂളിയെ പോലും മാറ്റിമറിച്ച വലിയൊരു പ്രതിഭാസം, ആഗോള പ്രതിഭാസമായിട്ടുള്ള ഈ പ്രിന്റ് ക്യാപിറ്റലിസത്തിന്റെ സ്പ്രെഡ്, ഈ വളർച്ച, ഒപ്പം തന്നെ റിഫർമേഷൻ എന്ന് പറയുന്ന അത് 15-ാം നൂറ്റാണ്ടിലൊക്കെ ആവുമ്പോഴേക്ക് മൊത്തം യൂറോപ്പിനെയും അതുപോലെ തന്നെ യൂറോപ്പിനെ മുഴുവനായും ഗ്രസിച്ചിട്ടുള്ള ഒരു വലിയ പ്രതിഭാസമാണ് റിഫർമേഷൻ എന്ന് പറയും, മതനവീകരണം. അപ്പം ഈ റിഫർമേഷൻ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ മെന്റാലിറ്റി, അദ്ദേഹത്തിന്റെ മനോവ്യാപാരങ്ങളെ എങ്ങനെയാണ് റിഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബിഗർ ഇവന്റ് അല്ലെങ്കിൽ ഒരു ബിഗർ പ്രോസസ് എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അപ്പം റിഫർമേഷന്റെയും സ്പ്രെഡ് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജിയുടെയും ഒരു വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് മെനോച്ചിയോ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ കഥ അല്ലെങ്കിൽ ചരിത്രം കാർലോ ഗിൻസ്ബർഗ് ആ പുസ്തകത്തിലൂടെ പറയുന്നു. അപ്പൊ നിങ്ങൾ ഈ ബ്രോഡർ ക്യാൻവാസ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ, മൈക്രോസ്കോപ്പ് വെച്ച് മെനോച്ചിയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പ്രിന്റിംഗ് ടെക്നോളജിയും അതേപോലെ തന്നെ റിഫർമേഷൻ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ലോക്കൽ ഹിസ്റ്ററി ഈസ് നോട്ട് ലോക്കലൈസ്ഡ് ഹിസ്റ്ററി എന്ന് പറയുന്നു പണിക്കര് പറയുമ്പോഴും, മൈക്രോ ഹിസ്റ്ററി യൂസിങ് എ മൈക്രോസ്കോപ്പ് ഡസ് നോട്ട് മീൻ ദാറ്റ് ടെലിസ്കോപ്പ് ഹാസ് ബിക്കം ഇറലവന്റ് എന്ന് ഹോബ്സ്ബോം പറയുമ്പോഴും അർത്ഥമാക്കുന്നത് ഒന്നാണ്. സോ വി ഹാവ് ടു സ്റ്റഡി ദിസ് മൈക്രോ ലെവൽ, focus on this microsome only within the larger context. അങ്ങനെ സൂക്ഷ്മചരിത്രമായാലും പ്രാദേശിക ചരിത്രമായാലും നമ്മൾ അല്ലെങ്കിൽ ചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും അന്വേഷണം അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാനെപ്പോഴും പറയുന്ന വേറൊരു ഉദാഹരണമാണ് നമ്മുടെ ചെറുകാടിന്റെ എൻ്റെ മുരിങ്ങ മരത്തിനടിയിൽ നിന്നാണ് ഞാൻ വിശാലമായ വെണ്ണിനെ സ്പർശിച്ചിട്ടുള്ളത്. എൻ്റെ മുരിങ്ങ മരത്തിനുള്ളിലൂടെയാണ് ഞാൻ വിശാലമായ വെണ്ണിലെ നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് വളരെ ആലങ്കാരികമായിട്ട് ഈ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ മുരിങ്ങ മരത്തിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ആ മുരിങ്ങ മരത്തിനെ നമ്മൾ വിശാലമായ വെണ്ണിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുരിങ്ങ മരത്തിലൂടെ നമ്മൾ വിശാലമായ വെണ്ണിനെയാണ് കാണുന്നത്. മെനോച്ചിയിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ചരിത്രമല്ല, 16-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയുടെ ചരിത്രമാണ്, 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിന്റെ ചരിത്രമാണ്. അത് തന്നെയാണ് നമുക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ ലത്തൂരിയുടെ മോന്തിലു എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മൈക്രോ ഹിസ്റ്ററി വർക്കാണ് മോണ്ടിലോ എന്നൊക്കെയാണ് എഴുതുന്നതെങ്കിൽ മോന്തിലു എന്നാണ് തോന്നുന്നു ഫ്രഞ്ചിൽ പ്രൊനൗൺസ് ചെയ്യാൻ. ഈ മോന്തിലു എന്ന് പറയുന്ന ഇതുപോലെ 14-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് പിരണീസിലെ ഒരു സാധാരണ ഗ്രാമമാണ്. അപ്പൊ ആ ഗ്രാമത്തിന്റെ കഥ ഈ പറയുന്ന ഇൻക്വിസിഷൻ അർക്കാഡ്സിലൂടെ അദ്ദേഹം കണ്ടെത്തുമ്പോൾ ഇറ്റ് ബിക്കംസ് നോട്ട് ഓൺലി ദി ഹിസ്റ്ററി ഓഫ് ദാറ്റ് സ്മോൾ വില്ലേജ് കോൾഡ് മോന്തിയു. അത് 14-ാം നൂറ്റാണ്ടിലെ മോന്തിയു എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ മാത്രം കഥയല്ലാതെ പോവുക. അതൊരു പക്ഷേ 14-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിന്റെ കഥയായി മാറുന്നുണ്ട്, 14-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിന്റെ കഥയുമായിട്ട് മാറുന്നുണ്ട്. കാരണം ഇതെല്ലാം ബിഗർ ക്യാൻവാസിന് ഉള്ളിലൂടെ അല്ലെങ്കിൽ ബിഗർ ക്യാൻവാസിലേക്ക് നമുക്ക് എത്തിപ്പെടുന്നുണ്ട് അവസാനം. ഈ ചെറിയ ഭൂമികയിൽ നിന്നും വിശാലമായ ഭൂമികയിലേക്ക്. അപ്പൊ അത്തരത്തിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു
സാങ്കേതിക വിദ്യ തന്നെയാണ് നമ്മൾ ഈ മൈക്രോ ഹിസ്റ്ററിയിൽ ഉപയോഗിക്കുന്നത്. നാലാമതായിട്ട് ഞാൻ പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് മൈക്രോ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈവൻ ലോക്കൽ ഹിസ്റ്ററി. ഈ മൈക്രോ ഹിസ്റ്ററി ലോക്കൽ ഹിസ്റ്ററി ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ വളരെ പരിമിതമാണെന്ന് പിന്നീട് നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ചരിത്ര രചനാ രംഗത്ത് അല്ലെങ്കിൽ ഏതൊരു വൈജ്ഞാനിക മണ്ഡലത്തിലും വളരെ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ നിശ്ചയമായും നടക്കേണ്ട ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡെമോക്രറ്റൈസേഷനും ജനാധിപത്യവൽക്കരണം. ഒരു വൈജ്ഞാനിക മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ജനാധിപത്യവൽക്കരണം, അത് സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതോടുകൂടി തന്നെ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിലും ആ ജനാധിപത്യവൽക്കരണത്തിന്റെ അംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ദൃശ്യതയിലേക്ക് വരുമെന്നുണ്ട്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജ്ഞാനസ്വരൂപം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ മൈക്രോ ഹിസ്റ്ററിയുടെ. ഇപ്പം ഞാനിപ്പോഴും പറയാറുള്ളത് ഒരു അപ്പച്ചനെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലെ? 19-ാം നൂറ്റാണ്ടിലെ 20-ാം തുടക്കത്തിലുമായിട്ട് കേരളത്തിൽ ദൃശ്യതയിലേക്ക് വന്ന് കുറെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതിലൊരാളാണ് നമ്മുടെ അപ്പച്ചൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ പറയുന്ന സൂക്ഷ്മ ചരിത്രമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള എല്ലാ പാട്ടുകളും. നമ്മള് ജെയിംസിനൊക്കെ പറയില്ല, നിങ്ങൾ ചരിത്രവൽക്കരിക്കുക, നിരന്തരമായിട്ട് ചരിത്രവൽക്കരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അപ്പച്ചൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമൂഹത്തെ അദ്ദേഹം ചരിത്രവൽക്കരിക്കുക പാട്ടുകളിൽ. അങ്ങനെ ഒരു പാട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാണുന്നതിലൊരു വരിയും എന്റെ വംശത്തെക്കുറിച്ച് കാണുന്നുണ്ട് അനേക. പ്രോബ്ലം ഓഡിയോ? ഹലോ? ഓക്കെ, കേൾക്കാം. അപ്പോ പൊയ്കയിൽ പാടുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പാട്ടുകളിൽ ഒരിടത്ത് അദ്ദേഹം പാടുന്നത്, കാണുന്നതിൽ ഒരു അക്ഷരവും എന്റെ വംശത്തെക്കുറിച്ച് കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിതങ്ങൾ. ഇത് ഒരുപക്ഷെ നമ്മുടെ നിലവിലുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയോടുള്ള വലിയൊരു വിയോജനക്കുറിപ്പാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയൊരു ക്രിട്ടീക്കാണെന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരുപക്ഷെ നിങ്ങൾക്ക് സബാൾട്ടൺ ഹിസ്റ്റോറിയോഗ്രാഫി രംഗത്ത് വന്നപ്പോൾ സബാൾട്ടൺ സ്റ്റഡീസിന്റെ ഫസ്റ്റ് വോളിയത്തിൽ ഒരുപക്ഷെ രണജിത് ഗുഹ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? ഓൾ ദി hitherto existing historiography is having a single defect, that is elitism. അല്ലെ? നാളിതുവരെ നിലനിന്ന എല്ലാ ചരിത്ര രചനാ പദ്ധതിക്കും ഒരു പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നതിന്റെ വരേണ്യതയാണ്. ആ വരേണ്യത തന്നെയാണ് പൊയ്കയിൽ അപ്പച്ചൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എവരി ഹിസ്റ്ററി ഓഫ് കേരളം ഐ സെർച്ച്ഡ് ഫോർ, ബട്ട് nothing was written on my, no alphabet was seen on my race എന്നാണ് അദ്ദേഹം പറയുന്നത്. നോ അല്ലെ? യുപിയുടെ ഒരു പുസ്തകം തന്നെ ഉണ്ട് ഇപ്പോൾ, നോ ആൽഫബറ്റ് ഇൻ സൈറ്റ്. അപ്പം ഒരക്ഷരവും എന്റെ വംശത്തെക്കുറിച്ച് ഇതുവരെ എഴുതപ്പെട്ട കേരള ചരിത്രത്തിൽ ഇല്ല എന്ന വലിയൊരു ചരിത്ര വിമർശനമാണ് അദ്ദേഹം ഈ പാട്ടിലൂടെ പറയുന്നത്. അപ്പം അത് തന്നെയാണ് പ്രശ്നം. ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ മൈക്രോ ഹിസ്റ്ററിയിൽ ഉടനീളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ഒരു ഗ്രാമത്തിലെ മില്ല് നടത്തിപ്പുകാരൻ, അല്ലെങ്കിൽ ലാങ്ഡോക്ക് എന്ന് പറയുന്ന ഒരു വില്ലേജിലെ പെസൻസിന്റെ എവറിഡേ ലൈഫ് നമ്മൾ കാണും. പെസൻസ് ഓഫ് ലാങ്ഡോക്ക് അല്ല? അപ്പൊ ആ രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പെറുക്കികളായിട്ടുള്ള റച്ചഡായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ എവറിഡേ ലൈഫാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. അത് തീർച്ചയായിട്ടും ജനാധിപത്യവൽക്കരണത്തിന്, ചരിത്ര രചനാ രംഗത്തെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള
ഒരു മാറ്റമായിട്ട് തന്നെ നമ്മൾ കാണും. ഒരുപക്ഷെ AP തോമസനൊക്കെ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് ടോക്കിംഗ് ക്ലാസിന്റെ ആമുഖത്തിൽ ഇത് പറയുന്നു. അദ്ദേഹം പറയുന്നു, I am seeking to rescue the poor starfinger, Luddite croper and obsolete weaver, and the utopian artisan from the enormous condescension of hostility. അതായത് വരും തലമുറയുടെ അപാരമായ ദയാദാക്ഷിണ്യത്തിൽ നിന്നും ഈ പാവപ്പെട്ട നെയ്ത്തുകാരെയും അതുപോലെ തന്നെ ഈ പങ്ക് കൃഷിക്കാരെയും രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഐ ആം സീക്കിംഗ് ടു റെസ്ക്യൂ ദി പുവർ ഷെയർക്രോപ്പേഴ്സ്. ഈ പാവപ്പെട്ട പങ്ക് കൃഷിക്കാരെയും അതുപോലെ തന്നെ നെയ്ത്തുകാരെയും വരും തലമുറയുടെ ദയാദാക്ഷിണ്യത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാനാണ് എന്ന് പറയുന്നതിന് എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പോ അവരുടെ ചരിത്രം എൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ചരിത്രം പറയാൻ അവര് ഈ പറയുന്ന നാളത്തെ തലമുറയിലെ ആൾക്കാരുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അവരതല്ല അറിയിക്കുന്നത്. അവര് മറ്റാരെയും പോലെ ചരിത്രത്തിന്റെ പേജുകളിൽ അവരുടേതായ സാന്നിധ്യം അവർക്ക് അറിയിക്കുന്നതാണ്. ആ അറിയിക്കുന്ന സാന്നിധ്യം നൽകുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്സിൽ തോംസൺ പറയുന്നുണ്ട്, AP തോംസൺ പറയുന്നുണ്ട്. അപ്പോ ഇതാണ് പ്രശ്നം. ഈ ലെവലില് ചരിത്ര രചനാ രംഗത്ത് നടക്കുന്ന ഒരു ജനാധിപത്യവൽക്കരണം, അതിന്റെ ഒരു പൂർണ്ണതയിലാണ് നമുക്ക് മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഗണത്തിലേക്ക് ചരിത്രകാരന്മാർ അവരുടെ ഫോക്കസ് മാറ്റുന്നത്. പോൾ തോംസൺ ഇതുപോലെ തന്നെ മൈക്രോ ഹിസ്റ്ററിയെ കുറിച്ചോ അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ദി ഹിസ്റ്ററി ബിൽറ്റ് അറൗണ്ട് ദി എവരിഡേനെസ് ഓഫ് ലൈഫ് ഓഫ് ദി കോമൺ പീപ്പിൾ എന്നുള്ളത്. ഹിസ്റ്ററി ബിൽറ്റ് അറൗണ്ട് ദി എവരിഡേനെസ് ഓഫ് ദി ലൈഫ് ഓഫ് ദി കോമൺ മാൻ ഓർ ദി സബാൾട്ടൺ. ഈ കീഴാള മനുഷ്യരുടെ ജീവിതത്തിന്റെ ദൈനംദിനത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് സൂക്ഷ്മചരിത്രം എന്ന് പറയും. എവരിഡേനെസ് ഓഫ് ലൈഫ് അത് പറയുമ്പോഴാണ് അടുത്ത കാലത്ത് 4-5 വർഷം മുമ്പ് സബാൾട്ടൺ സ്റ്റഡീസിന്റെ ആഫ്റ്റർ സബാൾട്ടൺ എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ്, ഒരുപക്ഷെ അതൊരു സബാൾട്ടൺ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ചരമക്കുറിപ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ആഫ്റ്റർ സബാൾട്ടൺ. അതിൽ അദ്ദേഹം he was lamenting that one of the biggest failures of the subaltern group was that they never tried to focus on the everyday practices of the subalterns. Rather, they focused on the same old elite colonial archives. മറ്റെല്ലാവരും പിന്തുടരുന്ന ഈ പറയുന്ന അധിനിവേശ ഗവൺമെന്റിന്റെ നെറേറ്റീവ്സിന്, ആഖ്യാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സിനെ തന്നെയാണ് ഞങ്ങൾ സബാൾട്ടൺ ചരിത്രകാരന്മാരും കാര്യമായിട്ട് ആശ്രയിച്ചത്. അതിന് പകരം ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഈ കീഴാള ജനതയുടെ എവരിഡേ പ്രാക്ടീസ്, അവരുടെ ജീവിതത്തിലെ ദൈനംദിനത്വത്തെ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്ന് അടുത്ത കാലത്തായിട്ട് നമ്മുടെ പാർത്ഥ ചാറ്റർജി, ഇതിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളായിട്ടുള്ള പാർത്ഥ ചാറ്റർജി ഒരു തരത്തിലുള്ള കുംഭസാരസ്വരത്തിൽ പറയുന്നു. അപ്പൊ അതാണ് പ്രധാനം. നമ്മൾ ഈ സാധാരണ മനുഷ്യരുടെ സാധാരണ വ്യവഹാരങ്ങൾ, സാധാരണ ജീവിതത്തിലെ അവരുടെ പ്രാക്ടീസസ്, അതിനകത്ത് ചരിത്രമുണ്ട്. അതൊരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ ആർക്കൈവ്സിൽ നിന്ന് കിട്ടുന്ന രേഖകളെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഇവരുടെ ലൈഫുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പൊ അത് അന്വേഷിക്കുക എന്നുള്ളത്, ഈ അന്വേഷിക്കാൻ ചരിത്രകാരൻ തയ്യാറാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്ര വൈജ്ഞാനിക രംഗത്തെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ടായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അനന്തരഫലമായിട്ട് നമുക്ക് കാണാം.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഗണം രൂപപ്പെടുന്നതിൽ ഒരുപക്ഷെ വേറൊരു പ്രധാനപ്പെട്ട ഘടകം വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ചരിത്രം എന്ന് പറയുന്നത് ഒരു ബഹുവിഷയാത്മകമായിട്ടുള്ള ഒരു അന്വേഷണ രൂപമായിട്ട് മാറുകയാണ്, അല്ലെ? മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട്. നിങ്ങൾക്ക് ചരിത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടൂൾ ഓഫ് അനാലിസിസ് വെച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു വിശകലന ഉപാധി വെച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിന്റെ സങ്കല്പനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അന്വേഷിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഉദാഹരണത്തിന് ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പൊ നമുക്കറിയാം ഈ നേഷണലിസം എന്ന് പറയുന്നത് വളരെ കാലം, അത് ഒരു പക്ഷേ പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ കുറച്ച് വേണമെങ്കിൽ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഹിസ്റ്ററി, ഈ രണ്ട് ഡിസിപ്ലിനിൽ പെട്ടവര് കൈകാര്യം ചെയ്യുന്ന ഒരു സങ്കല്പനം മാത്രമായിരുന്നു ഏറെ കാലം. പക്ഷെ ഇന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നേഷണലിസം അല്ലെങ്കിൽ നേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ, ഒരു സമ്പർക്കത്തെ ഇന്ന് മനസ്സിലാക്കണമെന്ന്, അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡിസിപ്ലിൻ മാത്രം പോരാ. അപ്പൊ നമുക്ക് ഹിസ്റ്ററി വേണം, പൊളിറ്റിക്കൽ സയൻസ് വേണം, ഇക്കണോമിക്സ് വേണം, സോഷ്യോളജി വേണം, ലിംഗ്വിസ്റ്റിക്സ് വേണം, ജെൻഡർ വേണം, അല്ലെ? പല പല വൈജ്ഞാനിക മേഖലകളിലെ സങ്കല്പങ്ങളും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് സമഗ്രമായിട്ട് നേഷൻ അല്ലെങ്കിൽ നേഷണലിസം എന്ന് പറയുന്ന ഒരു സമ്പർക്കത്തെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് തിരിച്ചറിയുന്ന നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിവുകളുടെ ഒരു റിസൾട്ട് കൂടിയാണ് മൈക്രോ ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നത് മൈക്രോ ഹിസ്റ്ററിയുടെ അതിൻ്റെ ഒരു നാൾവഴികൾ, അത് രൂപപ്പെട്ടതിന്റെ നാൾവഴികളൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക്. ഹൗ മച്ച് ടൈം ഐ ടുക്ക് ഐ ഡോണ്ട് നോ. ഷിനാസ്. ഹലോ സർ, പറയൂ. Shall I continue? Of course, if you call. Yeah, another 10 minutes. Okay, sir. Yes. അപ്പം coming back to the genealogy of this microhistory as a branch of history, 1970-കളിലാണെന്ന് തോന്നുന്നു, ഇറ്റലിയിലാണ് സത്യത്തിൽ മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സവിശേഷ തരത്തിലുള്ള ചരിത്രരചനാ പദ്ധതി ആരംഭിക്കപ്പെടുന്നത്. ജർമ്മനിയിൽ അത് ഹിസ്റ്ററി ഓഫ് എവറിഡേ ലൈഫ് എന്ന പേരിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ വളർന്നു വന്നു. അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ ന്യൂ കൾച്ചറൽ ഹിസ്റ്ററി എന്ന പേരിലാണ് ഈ മൈക്രോ ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്യുന്നത്. Actually, in 1970s in Italy, it emerged as a reaction against the long theory social history. ഈ ഭൗമകാല സാമൂഹ്യ ചരിത്രം എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ലോങ് ഡ്യൂറിയിലുള്ള സോഷ്യൽ ഹിസ്റ്ററി എഴുതുന്ന ഒരു പതിവ് ഇറ്റലിയിലേക്ക് ഉണ്ടായിരുന്നു. ആ പതിവിനോടുള്ള ഒരു റിയാക്ഷൻ എന്നുള്ള നിലക്കാണ് 70-കളിൽ ഇറ്റലിയിൽ ഇങ്ങനൊരു മൂവ്മെന്റ് എമേർജ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ ദിസ് microhistory in Italy was an attempt to rediscover the lived experiences of individuals, നേരത്തെ ഞാൻ പറഞ്ഞ ജീവിതത്തിന്റെ ദൈനംദിനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ള അന്വേഷണം. How they interacted with the broader economic and social structures. എങ്ങനെയാണ് വ്യക്തികൾ ഈ വിശാലമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ ഘടനകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തത്, സഹവസിച്ചത്, അതിനോട് എങ്ങനെയാണ് ഇണങ്ങി ജീവിച്ചത് അല്ലെങ്കിൽ പിണങ്ങി ജീവിച്ചത് എന്ന് അന്വേഷിക്കുന്ന ഒരു പ്രവണതയാണ് 70-കളോടുകൂടി ഇറ്റലിയിൽ
സത്യത്തിൽ അവിടെ കുതേർണി സ്റ്റോറീസി എന്ന് പറയുന്ന ഇറ്റ് വാസ് ദി ടേം which was not a term, but it was the name of a journal which was started by these microhistorians there. കുതേർണി സ്റ്റോറീസി ഒരുപക്ഷെ നമ്മൾ എനാൾസ് എന്ന് പറയുന്ന ഒരു ജേർണലിനെ ചുറ്റിപ്പറ്റിയാണല്ലോ എനാൾസ് ഹിസ്റ്റോറിയോഗ്രാഫി ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ മൈക്രോ ഹിസ്റ്ററി ഇറ്റലിയിലെ കുതേർണി സ്റ്റോറീസി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ജേർണലിനെ ആധാരമാക്കിയിട്ടുള്ള ഒരു സംഘം ചരിത്രകാരന്മാർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മൈക്രോ ഹിസ്റ്ററി മൂവ്മെന്റ് ഇൻ ഇറ്റലി എന്ന് പറയുന്നത്. ജിയോവനി ലെവി, കാർലോ ഗിൻസ്ബർഗ്, എഡോർഡോ ഗ്രേൻഡി തുടങ്ങിയിട്ടുള്ള 3 ഇറ്റാലിയൻ ചരിത്രകാരന്മാർ ചേർന്നായിരുന്നു ഈ കുതേർണി സ്റ്റോറീസി എന്ന് പറയുന്ന ഈ ജേർണൽ ആരംഭിക്കുന്നത്. ആ ജേർണലിന്റെ കീഴിലാണ് ഈ മൈക്രോ ഹിസ്റ്ററി മൂവ്മെന്റ് ഇറ്റലിയിൽ ആരംഭിക്കുന്നു. സോ വാട്ട് ഈസ് മൈക്രോ ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, micro history as a practice is essentially the reduction of the scale of investigation. Reduction of the scale of investigation or scale of observation on microscopic analysis and the intensive study of documentary evidence. ഒന്ന് ചെയ്യുന്നത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, ക്യാൻവാസ് റെഡ്യൂസ് ചെയ്യുന്നു. മറ്റൊന്ന് an intensive study of documentary evidences. ഇപ്പൊ ഡോക്യുമെന്ററി എവിഡൻസിന് നമ്മൾ സാധാരണ ചരിത്രത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വായനയല്ല. അതിനൊരു ഒരു പരിധി വരെ നമ്മൾ റീഡിങ് അഗെയിൻസ്റ്റ് ദി ഗ്രെയിൻ എന്ന് പറയും. ആ തരത്തിലുള്ള വായനക്ക് വിധേയമാക്കാം. ഒരു ഇന്റൻസീവ് സ്റ്റഡി. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മൊന്തിയു എന്ന് പറയുന്ന മൈക്രോ ഹിസ്റ്റോറിക് സ്റ്റഡീസിൽ പ്രധാനമായിട്ടും അവർ ആശ്രയിച്ചിട്ടുള്ളത് 14-ാം നൂറ്റാണ്ടിലെ ഈ പറയുന്ന ഇൻക്വിസിഷൻ എന്ന് പറയുന്ന മത വിചാരണ കോടതികളിലെ റെക്കോർഡ്സ് ആണ്. ആ റെക്കോർഡ്സ് എന്ന് പറയുന്നത് എലീറ്റ് റെക്കോർഡ്സ് തന്നെയാണ്. ഈ പറയുന്ന അന്നത്തെ ഇൻക്വിസിഷൻ കോർട്ടിൽ ബിഷപ്പും അതുപോലെയുള്ള പുരോഹിതന്മാരൊക്കെ ചേർന്ന് എഴുതിയുണ്ടാക്കിയിട്ടുള്ള തികച്ചും എലീറ്റിസ്റ്റ് ആയിട്ടുള്ള ആഖ്യാനങ്ങൾ തന്നെയാണ്. പക്ഷെ ആ ആഖ്യാനങ്ങളെ വായിക്കുന്നത് വ്യത്യസ്തമായിട്ട്, എന്നിട്ട് ആ ആഖ്യാതാക്കൾ ഒരു കാലത്ത് സ്വപ്നം കാണാത്ത ചില പർപ്പസുകളാണ് പിന്നീട് ആ രേഖകൾ സെർവ് ചെയ്യുന്നത് ഒരു ചരിത്ര രചനാ പദ്ധതിക്ക് ആധാരമാക്കുന്നത്. അപ്പം അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടല്ലോ ഇത് എഴുതിയുണ്ടാക്കിയ ഇൻക്വിസിഷൻ കോടതിയിലെ ഈ പറയുന്ന ബിഷപ്പോ അതല്ലെങ്കിൽ അന്നത്തെ മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ടുള്ള പുരോഹിതന്മാരോ ആരും തന്നെ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവരെഴുതി ഉണ്ടാക്കുന്ന ഈ റെക്കോർഡ്സ് ഭാവിയിൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ ലൂരിയെ പോലെയുള്ള അല്ലെങ്കിൽ കാർലോ ഗിൻസ്ബർഗിനെ പോലെയുള്ള പിൽക്കാലത്ത് 20-ാം നൂറ്റാണ്ടിൽ ചരിത്രകാരന്മാർ മറ്റ് ചില ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമെന്നും അവര് നമ്മൾ വായിക്കാത്ത രീതിയിൽ അതിനെ വായിച്ചെടുക്കുമെന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്റൻസീവ് സ്റ്റഡി ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിന്റെ ദൈനംദിനത്തെ തന്നെയാണ് പഠന വിധേയമാക്കുന്നത്. പക്ഷെ അതിന് പഠന വിധേയമാക്കാൻ ഉപയോഗിക്കുന്ന ഉപാധാനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡോക്യുമെന്ററി എവിഡൻസസ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത രീതിയിലാണ് ഇവര് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയും. അപ്പം മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ റിഡക്ഷൻ ഓഫ് സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പം കാർലോ ഗിൻസ്ബർഗ് ഒക്കെ പറയുന്നത് റിഡക്ഷൻ ഓഫ് ദി സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു അക്യുറേറ്റ്ലി ഐഡന്റിഫയബിൾ ഇൻഡിവിജ്വൽസ് എന്നാണ്. നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന വ്യക്തികളിലേക്ക് അന്വേഷണം ചുരുക്കുകയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ ഓഫ് സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു അക്യുറേറ്റ്ലി ഐഡന്റിഫയബിൾ ഇൻഡിവിജ്വൽസ്. അതും മെനോച്ചിയ പോലെയുള്ള ഒരു വ്യക്തിയിലേക്ക് നമ്മൾ അന്വേഷണം ചുരുക്കുകയാണ് ചെയ്യുന്നത് ഈ മൈക്രോ ഹിസ്റ്ററിയിൽ. അപ്പം ഗിൻസ്ബർഗ് എന്നൊരിടത്ത് പറയുന്നുണ്ട്, നെയിം ആൻഡ് ഗെയിം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, പീപ്പിൾസ് നെയിം ആർ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് എന്ന് പറഞ്ഞു. ചരിത്രത്തില് ചിലപ്പോ വ്യക്തികളുടെ പേരുകൾ തന്നെയായിരിക്കും ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള
അന്വേഷണം മാത്രമാണ് പറയും. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് അനാലിസിസ് ഒരുപക്ഷെ പേരുകൾ തന്നെയായിരിക്കും. അത് പറയുമ്പോഴേ എനിക്ക് അടുത്ത കാലത്ത് നമുക്കറിയാം മലബാർ കലാപവും വാര്യംകുന്നത്തും വേഗൻ ട്രാജഡിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ വ്യക്തികളുടെ പേര് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് അനാലിസിസ് ആക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നു വേഗൻ ട്രാജഡി അല്ലെങ്കിൽ വേഗൻ മാസക്കറാണ്. നമ്മളെ ഈ പറയുന്ന വാഗൺ ദുരന്തമാണ് അല്ലെങ്കിൽ കൂട്ടക്കൊലയാണ്. നിങ്ങൾക്കറിയാം 21 കലാപവുമായി ബന്ധപ്പെട്ടാണ് ഈ വേഗൻ ട്രാജഡി എന്ന് പറയപ്പെടുന്ന വേഗൻ മാസക്കർ ഉണ്ടാവും. അതിലേതാണ്ട് 70 രക്തസാക്ഷികളാണ്. ഈ രക്തസാക്ഷികളെല്ലാം കാട്ടുകള്ളന്മാരാണ് എന്നാണ് നമ്മുടെ ICHR ഒക്കെ ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊട്ടെ അപ്പൊ ഈ രക്തസാക്ഷികള് 70 പേര് 70 മാപ്പിളമാര് മരിച്ചു എന്നായിരിക്കും സാധാരണ നമ്മൾ കാണുന്നത്. കാരണം നമ്മളാരും ഇതിനകത്ത് ആരാണ് ഈ 70 പേര് എന്ന് അവരുടെ പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. 70 പേര് മരിച്ചു. സ്വാഭാവികമായിട്ടും മലബാർ കലാപത്തിലാകുമ്പോൾ 70 പേരും ഈ ഒരു പറയുന്നത് പോലെ മതഭ്രാന്തരായിട്ടുള്ള ഏതെങ്കിലും മാപ്പിളമാർ അല്ലെങ്കിൽ രക്തസാക്ഷികളായ 70 മാപ്പിളമാർ എന്ന വായനയെ നടക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 70 പേരുടെ പേര് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഗിൻസ്ബർഗ് പറഞ്ഞ നെയിംസ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ പറയുന്ന ഈ ഒരു നിരീക്ഷണമല്ല, പീപ്പിൾസ് നെയിംസ് ആർ ദി ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന വസ്തുതയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഞാനിതിലൂടെ പോവുകയാണ്. ഈ 70 പേര് ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് പേര് നോക്കിയപ്പോഴേ 44ാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് തട്ടാൻ തൊപ്പിയിട്ട അഹമ്മദ് എന്നാണ്. തട്ടാൻ തൊപ്പിയിട്ട അഹമ്മദ് ആ ഒരൊറ്റ പേരില് വലിയ അല്ലെ, ഇറ്റ് സ്പീക്സ് വോളിയംസ് അബൌട്ട് ദി സോഷ്യൽ ഹിസ്റ്ററി ഓഫ് മലബാർ ഡ്യൂറിങ് 1920s. 1920കളിലെ മലബാറിന്റെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ വിശാലമായ സാമൂഹ്യ ചരിത്രത്തിലേക്ക് ഈ പേര് നമ്മളെ കൊണ്ടെത്തിക്കും. എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക്? തട്ടാൻ തൊപ്പിയിട്ട അഹമ്മദ് എന്ന് പറയുമ്പോൾ ഇതില് ഷഹീദായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ കൊല്ലപ്പെട്ട അഹമ്മദ് എന്ന് പറയുന്ന ആള് തട്ടാൻ തൊപ്പിയിട്ട് അല്ലെങ്കിൽ തട്ടാൻ എന്ന് പറയുന്ന ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന വിശാല കാറ്റഗറിയിൽപ്പെട്ട ഒരു ജാതിക്കൂട്ടത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് മതം മാറുകയും അങ്ങനെ മതം മാറി അഹമ്മദ് എന്ന പേര് സ്വീകരിക്കുകയും, പക്ഷെ ആ അഹമ്മദ് എന്തിനു വേണ്ടിയാണോ മതം മാറിയത്? ഒരുപക്ഷെ ഈ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദി റിപ്പബ്ലിക്കൻ ക്യാരക്ടർ ഓഫ് ഇസ്ലാം ദാറ്റ് these people from these subaltern caste groups were being attracted to Islam എന്നാണല്ലോ സാധാരണ വിവക്ഷിക്കാറുള്ളത്. പക്ഷെ ആ റിപ്പബ്ലിക്കൻ സ്വഭാവത്തോടു കൂടി അവർക്ക് ഈ പുതിയ മത വിഭാഗത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന് ഇതിൽ പരം തെളിവൊന്നും വേണ്ട. ഈ പേര് നിലനിൽക്കുന്നു. അദ്ദേഹം ഈ അഹമ്മദായിട്ടും വർഷങ്ങളെടുത്തിട്ടും മരണസമയത്തും അഹമ്മദ് മരിക്കുമ്പോഴും അദ്ദേഹം അറിയപ്പെടുന്നത് തട്ടാൻ തൊപ്പിയിട്ട അഹമ്മദ്. അപ്പൊ ടാഗ് അവിടെ കിടക്കുന്നുണ്ട്. ഇതുപോലെ അടുത്ത പേര് 64ാമത്തെ പേര് നോക്കുക, ആശാരി തൊപ്പിയിട്ട സയ്യിദ്. ഈ 70 രക്തസാക്ഷികളിൽ 64ാമത്തെ പേര് ആശാരി തൊപ്പിയിട്ട സയ്യിദ്. അപ്പൊ നമുക്കൊരു പേര് കിട്ടിയാൽ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗിൻസ്ബർഗ് പറയുന്നത് വളരെ ശരിയാണെന്ന് നമ്മൾ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ സാധാരണ ഉള്ളൊരു വാദം എന്ന് പറയുന്നത് ഇതൊരു മാപ്പിള ലഹളയായിരുന്നു. ഇപ്പം നിരന്തരമായിട്ട് അത്തരം വാദങ്ങൾ കൂടുതൽ സജീവമായിട്ട് ഈ പറയുന്ന പ്രചണ്ഡമായ പ്രചാരണത്തോട് കൂടിയിട്ടുള്ള ഈ പ്രൊപ്പഗണ്ട ചിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം, ചരിത്ര പ്രവർത്തനമാണ്. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഈ പേരുകൾ 70 എണ്ണം സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ പേരുകളിൽ 46ാമത് വരുന്നത് ഉണ്ണിപ്പെരവനാണ്. ഉണ്ണിപ്പെരവൻ എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിനകത്തെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഒരാളാണ് ഉണ്ണിപ്പെരവൻ. അതുപോലെ തന്നെ 47ാമത്തെ പേര് പെട്ടിച്ചിപ്പു, മുസ്ലിം അല്ല. 48ാമത്തെ പേര് മേലത്ത് ശങ്കരൻ നായരാണ്. അങ്ങനെ നായരുണ്ട്, ഈഴവരുണ്ട്, ഈ പറയുന്ന പുലയ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഇതില് കൊല്ലപ്പെട്ടവരില് ഈ 70 പേരിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് ആൾക്കാരുടെ പേര് പോലും
ആ പേരിൽ പോലും വളരെ വിശാലമായിട്ടുള്ള ചരിത്ര വസ്തുതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ പറയുന്ന മൈക്രോ ഹിസ്റ്ററിയുടെ രീതിശാസ്ത്രം വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ പേര് നോക്കുക, നിങ്ങൾ ഈ ഹദ്രമൗത്തിൽ നിന്നും, ഞാൻ എൻ്റെ ചരിത്ര ഗവേഷണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പരിചിതമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഹദ്രമൗത്തിൽ നിന്നാണ്, യമനിലെ ഹദ്രമൗത്ത് എന്ന് പറയുന്ന യമൻ അല്ലെങ്കിൽ ഒമാൻ തീരങ്ങളിൽ നിന്നാണ് 18-ാം നൂറ്റാണ്ടിലൊക്കെ 19-ാം നൂറ്റാണ്ടിലൊക്കെ മലബാറിലേക്ക് ഈ തങ്ങന്മാരെന്ന് പറയുന്ന സയ്യിദ് ലൈനേജ് ഉള്ള പ്രവാചക കുടുംബത്തിൽപ്പെട്ടവർ എന്ന് പറയപ്പെടുന്ന സയ്യിദന്മാർ അല്ലെങ്കിൽ തങ്ങന്മാര് ഇവിടത്തേക്ക് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെ സെറ്റിൽ ചെയ്ത ഈ തങ്ങന്മാര് പലരും പല കുടുംബത്തിലെ ഈ സയ്യിദൻ ഫാമിലിപ്പെട്ടവരും പൂക്കോയ തങ്ങളും അവിടെ നിന്ന് വന്ന് ഇവിടുത്തെ പൂക്കോയ എന്ന പേര് സ്വീകരിക്കുന്നു. പൂക്കോയ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അറേബ്യ, നത്തിങ് ടു ഡു വിത്ത് ഇസ്ലാം, നത്തിങ് ടു ഡു വിത്ത് യമൻ ഓർ ഒമാൻ. ദേ അക്സെപ്റ്റഡ് ദിസ് ലോക്കൽ നെയിം പൂക്കോയ. ഒരുപാട് പൂക്കോയ തങ്ങൾ, പൂക്കുഞ്ഞി തങ്ങൾ. അതുപോലെ തന്നെ ഈ പേര് എങ്ങനെ ചരിത്ര അന്വേഷണത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ നാട് മഞ്ചേരിയാണ്. ഈ മഞ്ചേരി എന്ന് പറയുന്ന ഏറനാട്, പഴയ ഏറനാട് താലൂക്ക്, ഇപ്പോഴും ഏറനാടാണ്. ഈ ഏറനാട് താലൂക്കില് ഞാൻ അന്വേഷിച്ചു പോകുമ്പോൾ എൻ്റെ ഇപ്പൊ ഒരു 60 വയസ്സ് 70 വയസ്സുള്ള ധാരാളം മമ്മേസമാരുണ്ട്. മുഹമ്മദ് ഷാ, മയമേസ, മമ്മേസ, മുഹമ്മദ് ഷാ, ഈ പേരുകള് മിക്കവാറും എല്ലാ മുസ്ലിം കുടുംബത്തിലും ഒരു മുഹമ്മദ് ഷാ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മമ്മേസ ഉണ്ടാവും. പണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു സിനിമാ സംവിധായകൻ ഉണ്ടായിരുന്നല്ലോ, കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണ്. നമ്മളെ പ്രസിദ്ധനായിട്ടുള്ള സിനിമാ സംവിധായകൻ മരിച്ചുപോയി, ജോൺ അബ്രഹാം. അപ്പൊ ജോൺ അബ്രഹാമിന്റെ കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്നതിന് സമാനമായിട്ട് എനിക്ക് ചോദിക്കാവുന്നത് ഏറനാട്ടിൽ എത്ര മമ്മേസമാരുണ്ട് എന്നത്. നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏറനാട്ടിലെ ഓരോ മുസ്ലിം വീടുകളിലും പഴയ കാലത്ത്, അതായത് ഇപ്പോ ഒരു എൻ്റെ മുൻ തലമുറയിൽപ്പെട്ട എൻ്റെ മൂത്ത ഏട്ടന് ഇപ്പോൾ 67 വയസ്സാണ്. ആ ഏട്ടന് പേര് മുഹമ്മദ് ഷാ ആയിരുന്നു. പക്ഷെ ഇപ്പം കുറേയും കൂടെ പരിഷ്കരിച്ച് മുഹമ്മദ് ഷാ എന്നാണ് അദ്ദേഹം സ്വയം അറിയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഷാ എന്ന വാലോട് കൂടിയിട്ടുള്ള പേരുകൾ ഏറനാട്ടിൽ ഉണ്ടായതെന്ന് നമ്മൾ അന്വേഷിക്കണം. ഒരൊറ്റ പേരിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് പറഞ്ഞ് ടിപ്പുവിന്റെ കാലഘട്ടത്തിൽ ഒരു മുഹമ്മദ് ഷാ തങ്ങളെ ഇവിടെ കൊണ്ടോട്ടിയിൽ സെറ്റിൽ ചെയ്യുകയും അദ്ദേഹം ഒരു ദിവ്യനായിട്ട്, ഒരു തരീക്കത്തിൽ, ഒരു സൂഫി ഓർഡറിന്റെ തലവനായിട്ട് ഒരു സൂഫി ഓർഡർ സ്ഥാപിക്കുകയും ആ സൂഫി ഓർഡറിൽ ഇവിടെയുള്ള എറണാകുളത്തിലെ മാപ്പിളമാർ മുഴുവൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ഒരു കാലത്ത് ബൈഅത്ത് ചെയ്യുകയും ആ ശിഷ്യന്മാർ അല്ലെങ്കിൽ മുരീദന്മാരായിട്ട് ശിഷ്യന്മാരായിട്ട് മാറുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാടിന്റെ ഭാഗമായിട്ട് തൻ്റെ സൂഫി ഗുരുവിനോടുള്ള വിധേയത്വം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിറക്കുന്ന ആദ്യ ആൺ സന്തതിക്ക് മുഹമ്മദ് ഷാ എന്ന് പേരിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ ഈ സൂഫി കൾട്ടിനെ കുറിച്ചും വിശാലമായിട്ട് ഈ കൊണ്ടോട്ടി തങ്ങന്മാരുടെ ഒരു കൾട്ടിനെ കുറിച്ചും അത് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അത്ര വിശാലമായിട്ട് ഈ കൾട്ട് ഇവിടുത്തെ മാപ്പിളമാരുടെ ദൈനംദിന ജീവിതത്തെ, എവരുടെ ലൈഫിനെ സ്വാധീനിക്കുന്നതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഓരോ വീട്ടിലും ഏറനാട്ടില് മമ്മീസമാരുണ്ടായി അല്ലെങ്കിൽ മുഹമ്മദ് ഷമാരുണ്ടായി എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരു പേര് കിട്ടിയാൽ ഏതൊക്കെ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കാം എന്നുള്ളതാണ്. അത് സൂക്ഷ്മ ചരിത്രത്തിന്റെ ഒരു അന്വേഷണത്തിന്റെ തലം എന്ന് പറയും. അതേപോലെ തന്നെ ഈ തിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, മലപ്പുറം ജില്ലയിലെ തിരൂര് പറവണ്ണ എന്ന് പറയുന്ന ഒരു തീരപ്രദേശമുണ്ട്.
ഒരു ഗ്രാമമുണ്ട്. ആ പറവണ്ണയിലെ ഒരു വലിയ പഴയ ജമാഅത്ത് പള്ളിയുണ്ട്. ആ പള്ളി ഖബർസ്ഥാനിലെ ഒരുപാട് എന്താ പറയാ, ശവക്കല്ലറകളിലെ ഈ മീസാൻ കല്ലെന്ന് പറയും, കല്ലറയുടെ മുകളിൽ ഒരു കല്ല് നാട്ടുന്ന പതിവുണ്ട് മുസ്ലിങ്ങൾ. അതിനകത്ത് ഈ ഖബറിൽ ആരാണോ ഖബറടക്കപ്പെട്ടത് ആ പരേതന്റെ പേരെഴുതിയോ. ഇപ്പൊ നിങ്ങൾ പറവണ്ണയിലെ ഈ മീസാൻ കല്ലുകളിൽ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല പേരുകളിൽക്കും അവസാനം അൽ തിക്രൂത്തി, അൽ മിസ്രി, അൽ എൻജാബി എന്ന പേരിൽ മുഹമ്മദ് അൽ എൻജാബി, അബ്ദുല്ലാഹി മിസ്രി അല്ലെങ്കിൽ അൽ തിക്രൂത്തി, ഇങ്ങനെയുള്ള പേരുകളിൽ അവസാനിക്കുന്ന കുറെ ശവക്കല്ലറുകൾ നിങ്ങൾക്ക് തിരൂരിലെ പറവണ്ണയിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ശവ കല്ലുകൾക്ക് മുകളിലുള്ള ഈ പറയുന്ന ഗ്രാഫിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ എഴുത്തിൽ കാണുന്ന ഈ പേര് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ വിശാലമായ ക്യാൻവാസിലേക്ക് കൊണ്ടുപോകണേ. പറവണ്ണയിൽ നിന്ന് നമ്മൾ അൽ എൻഡാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡബയാണ്, സുഡാനിലാണ് ഈ എൻഡബെ, സുഡാനിലെത്തുകയാണ് പറവണ്ണയിൽ നിന്ന്. അതുപോലെ തന്നെ മിസ്രി, അൽ മിസ്രി എന്ന പേരിൽ അവസാനിക്കുന്നത് മിസ്റിൽ നിന്നുള്ള മുഹമ്മദ് എന്നാണ്, മുഹമ്മദ് അൽ മിസ്രി. മിസ്ർ എവിടെ കിടക്കുന്നത്? ഈജിപ്തിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ അൽ തിക്രൂത്തി, മുഹമ്മദ് അൽ തിക്രൂത്തി എന്ന് പറഞ്ഞാൽ തിക്രൂത്തിൽ നിന്ന് മുഹമ്മദാണ് ഇവിടെ മരിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്രൂത്ത് എന്ന് പറയുന്നത് ഇറാഖിലാണ്. അപ്പൊ നിങ്ങൾ നേരെ പറവണ്ണയിൽ നിന്നും ഇറാഖിലേക്കും സിറിയയിലേക്കും ഈജിപ്തിലേക്കും ആ ലിങ്കേജ് എത്തുകയാണ് ചെയ്യുന്നത്. ഒറ്റ പേരിൽ നിന്നാണ് ഈ ലിങ്കേജ് എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ ഈ ഇറ്റലിയിലെ ഈ പറയുന്ന അന്വേഷണം ഇങ്ങനെ പേരുകളിൽ നിന്ന് തന്നെയാണ് അവർ ഈ മൈക്രോ ഹിസ്റ്ററിയുടെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപക്ഷെ ഈ മൈക്രോ ഹിസ്റ്റോറിയൻസിന് ഏറ്റവും കൂടുതൽ ഇൻസ്പിരേഷൻ കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ they were being inspired by the cultural anthropologists. സാംസ്കാരിക നരവംശം ശാസ്ത്രത്തിൽപ്പെടുന്ന ഒരു പെറ്റ കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റിൽ നിന്നാണ് ഇവർക്ക് കൂടുതലായിട്ട് പ്രചോദനം കിട്ടിയത്. ഉദാഹരണത്തിന് നമുക്ക് ക്ലിഫോർഡ് ഗീറ്റ്സ്, അദ്ദേഹം ഈ പറയുന്ന കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിൽക്കാലത്ത് ഈ മൈക്രോ ഹിസ്റ്റോറിയൻസ് അവരുടെ അന്വേഷണം വികസിപ്പിച്ചത് ഒരുപക്ഷെ ക്ലിഫോർഡ് ഗീറ്റ്സിന്റെ ഒരു അന്വേഷണ രീതി പിൻപറ്റിയാണെന്ന് പറയും. ക്ലിഫോർഡ് ഗീറ്റ്സിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഡീപ് പ്ലേ ദി ബാലിനീസ് കോക്ക് ഫൈറ്റ് എന്ന് പറയുന്നത്. കൾച്ചറൽ ആന്ത്രോപോളജിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭാവനയാണ് ക്ലിഫോർഡ് ഗീറ്റ്സ് എന്ന് പറയുന്ന കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റിന്റെ ഡീപ് പ്ലേ ദി ബാലിനീസ് കോക്ക് ഫൈറ്റ് എന്ന് പറയും. അതിനകത്ത് എന്താ പറയുന്നത്? അതിനകത്ത് ഈ ബാലി ദ്വീപിലെ ഗ്രാമങ്ങളിലെ ഒരു ഗ്രാമീണ ഉത്സവമായിട്ടുള്ള ഈ കോഴിപ്പോരിനെ കുറിച്ചാണ്. പക്ഷെ ആ കോഴിപ്പോര് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഒരു സാധാരണ കണ്ണുകൊണ്ട് കോഴിപ്പോര് കണ്ടു കഴിഞ്ഞാൽ ഗ്രാമത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ ഓരോ കോഴിയെ സജ്ജമാക്കി ആ കോഴി പരസ്പരം കാലിൽ ബ്ലേഡ് വെച്ച് പരസ്പരം കൊത്താൻ അല്ലെങ്കിൽ പോരിന് വിടുന്നു. അതിലൊരു കോഴി മറ്റേ കോഴിയുടെ കാലിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ബ്ലേഡ് വെച്ച് മുറിവേറ്റ് ചോര വാർന്ന് മരിക്കുന്നു. ബസ് അതൊരു സാധാരണ തികച്ചും കൊട്ടിടീനായിട്ടുള്ള ഒരു സാധാരണ സംഭവമായിട്ട് നമ്മുടെ ഒരു കാഴ്ച കൊണ്ട് നമുക്കത് അത്തരം ഒരു സാധനം മാത്രമേ നമുക്ക് ദൃശ്യമാവുള്ളൂ. പക്ഷെ ക്ലിഫോർഡ് ഗീറ്റ്സ് ആ കാഴ്ച കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ഈ കൾച്ചറൽ ആന്ത്രോപോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കേതം എന്ന് പറയുന്നത് തിക് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സാന്ദ്ര വിവരണം. അപ്പൊ ആ സാന്ദ്ര വിവരണത്തിന്റെ ഒരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ കോഴിപ്പോര് പഠിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് സിംപ്ലി എ കോക്ക് ഫൈറ്റ്, ഇറ്റ് ഈസ് എ ടെൻസ് ആൻഡ് ഡേഞ്ചറസ് പൊളിറ്റിക്കൽ ബാറ്റിൽ. എ ടെൻസ് ആൻഡ് ഡേഞ്ചറസ് പൊളിറ്റിക്കൽ ബാറ്റിൽ, വലിയ രാഷ്ട്രീയ യുദ്ധമായിട്ടാണ്. അപ്പൊ അദ്ദേഹം ആ ബാലി ദ്വീപില് എങ്ങനെയാണ്
ഈ സാമൂഹ്യ വിഭജനം നടന്നിരിക്കുന്നത്, അവിടുത്തെ പ്രധാന ജാതി കൂട്ടായ്മകൾ എന്തൊക്കെയാണ്, ഈ ജാതി വിഭാഗങ്ങളിലുള്ള പരസ്പരമുള്ള സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെയാണ്, അതിനകത്ത് എത്രമാത്രം സംഘർഷഭരിതമായ സാമൂഹ്യ ജീവിതമാണ് ബാലി സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വലിയ ഒരു അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമായിട്ട്, പൊളിറ്റിക്കൽ ഡ്രാമയായിട്ട് മാറുന്നത് എന്ന് അദ്ദേഹം വളരെ രസകരമായിട്ട് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ മൈക്രോ ഹിസ്റ്റോറിയൻസിലെ നല്ലൊരു വിഭാഗം ചരിത്രകാരന്മാരും ഈ പുസ്തകത്താൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പുസ്തകത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തുടരണമെന്നുണ്ട്, പക്ഷെ കാല് വേദനയായി തുടങ്ങിയിട്ടുണ്ട്, കയറ്റി വെച്ചിട്ട്. എന്നാലും ഞാൻ അവസാനത്തെ പാർട്ടില് ഓരോ പുസ്തകങ്ങൾ സവിസ്തരമായിട്ട് പോകുന്നതിന് പകരം പ്രധാനമായിട്ട് നമുക്ക് മൈക്രോ ഹിസ്റ്ററിയുടേതായ മോഡൽസ് എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മോണ്ടിയു എന്ന് പറയുന്ന, ലഥൂരി എന്ന് പറയുന്ന അനാൽസ് ഹിസ്റ്റോറിയന്റെ പുസ്തകമാണ്. രണ്ടാമത്തത് നമുക്ക് വീണ്ടും ഈ ഡൗഫിന്റെ കാർണിവൽ ഓഫ് റോമൻസ് എന്ന് പറയുന്ന, ലഥൂരിയുടെ തന്നെ കാർണിവൽ ഓഫ് റോമൻസ് എന്ന് പറയുന്ന പുസ്തകം വരും. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർലോ ഗിൻസ്ബർഗിന്റെ ചീസൺ വേംസ് ആൻഡ് ദി കോസ്മോസ് ഓഫ് എ 16th century മില്ലർ എന്ന് പറയുന്ന പുസ്തകം. അതേപോലെ ധാരാളം പുസ്തകങ്ങൾ ഈ മോഡലിലായിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗെറെ എന്ന് പറയുന്ന നട്ടാലി ഡേവിസിന്റെ, അമേരിക്കൻ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള നട്ടാലി ഡേവിസിന്റെ ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗെർ, അതുപോലെ തന്നെ ദി ഗ്രേറ്റ് കാറ്റ് മാസക്കർ, വലിയ പൂച്ചക്കൊലപാതകം എന്ന് പറയുന്ന പുസ്തകം. അങ്ങനെ ധാരാളം എക്സാമ്പിൾസ് ആർ ദർ ടു ഷോ ദാറ്റ് ദിസ് ഈസ് എ വെൽ ഡെവലപ്ഡ് branch of historiography. See, I think Shinaz, I must conclude here because I am a little bit exhausted. Okay, thank you, sir. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ അധികം സമയം അദ്ദേഹം എടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം 20ാം നൂറ്റാണ്ടിലെ മഹാരഥന്മാരായ ചരിത്രകാരന്മാരുടെ ഒരു നിര ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നതിന് നതാലി ഡേവിസ് ആണ്, റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗെയർ. അത് നമ്മളൊക്കെ വായിച്ചാൽ അന്തം വിട്ടു പോകുന്ന ഒരു മൈക്രോ ഹിസ്റ്ററിയാണ്. അപ്പോൾ അനാൽസ് മൂവ്മെന്റിൽ ബ്രൗദേൽ തുടങ്ങി അനാൽസ് മൂവ്മെന്റിൽ ബ്രൗദേലൊക്കെ ഹിസ്റ്ററി ഓഫ് ഇവന്റ്സ്, ദ ഷോർട്ട് ഡ്യൂറേ അല്ലെങ്കിൽ ഷോർട്ട് ടേം ടൈം, അതിനെപ്പറ്റി ബ്രൗദേൽ ഒക്കെ പറഞ്ഞത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബബിൾ ഓൺ ദി സർഫസ് ഓഫ് ദി സീ. ദ റിയൽ ഹിസ്റ്ററി ഇസ് ദി ഡീപ്പ് ബ്ലൂ സീ. അപ്പോൾ അങ്ങനെ ബ്രൗദേലിന്റെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടാവും മെഡിറ്ററേനിയൻ ആൻഡ് ദി മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദി ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ്. അപ്പോൾ ഫിലിപ്പ് സെക്കൻഡിനെ പറ്റി തുടങ്ങുമ്പോഴത്തേക്ക് ആ പുസ്തകം, ആ ബൃഹത് ഗ്രന്ഥം, 6 ലക്ഷം വാക്കുകളിലുള്ള ആ ഗ്രന്ഥം അവസാനിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 400 പേജിൽ മെഡിറ്ററേനിയൻ ലാൻഡ്സ്കേപ്പാണ്, മെഡിറ്ററേനിയൻ സീ ആണ് പ്രധാന കഥാപാത്രം. മെഡിറ്ററേനിയൻ സീ, മെഡിറ്ററേനിയൻ ഭൂപ്രദേശത്തെ റിവേഴ്സ്, മൗണ്ടൻസ്, പ്ലെയിൻസ് ഒക്കെ. അതുകൊണ്ട് അതിനെ ഇറ്റ് ഈസ് എ ഹിസ്റ്ററി വിതൗട്ട് പീപ്പിൾ എന്നുള്ള വിമർശനം പോലും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് തുടങ്ങി അദ്ദേഹം സ്ട്രക്ചേഴ്സിനാണ്, ടോട്ടൽ ഹിസ്റ്ററിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ പിന്തുടർന്ന് വരുന്ന ഒരു അനാലിസിസ് ഹിസ്റ്റോറിയനാണ് ഇമാനുവൽ റോയ് ലഥൂറി. അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളെ കുറിച്ച് റസാഖ് മാഷ് പ്രതിപാദിച്ചു, മൊന്തേലോ ആൻഡ് പെസൻസ് ഓഫ് ലാംഗ്വിഡോക്ക്. അത് എങ്ങനെയാണ് മൈക്രോ ഹിസ്റ്ററി ആവുന്നത്. പിന്നീട് അദ്ദേഹം ഇ പി തോംസന്റെ ദ മേക്കിംഗ് ഓഫ് ദി ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്, അവർ വർക്കിംഗ് ക്ലാസ്, അതിൻ്റെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരികൾ ഉദ്ധരിച്ചു. ഭാവിയുടെ ഭീകരമായ വളരെ ഭാരമേറിയ ദയാദാക്ഷിണ്യത്തിൽ നിന്ന് വർക്കിംഗ് ക്ലാസ്സിനെ, പല വിഭാഗം വർക്കിംഗ് ക്ലാസ്സിനെയും രക്ഷിച്ചെടുത്ത് അവരുടെ ചരിത്ര മുദ്രകൾ അടയാളപ്പെടുത്തുക എന്ന ദൗത്യം, അതിൽ നിന്ന് മുന്നോട്ട് പോയി അദ്ദേഹം റസാഖ് മാഷ് 70കളിൽ ഇറ്റലിയിൽ ആവിർഭവിച്ച കാർലോ ജിൻസ്ബർഗ്, ലെവി തുടങ്ങിയവർ തുടങ്ങിവെച്ച മൈക്രോ ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞു. മൈക്രോ ഹിസ്റ്ററി എന്താണ്,
അപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ്റെ റിഡക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു സ്മോൾ യൂണിറ്റ്സ്, എസ്പെഷ്യലി to accurately identifiable individuals. At the same time, intensive reading of the documents, intensive reading. അതിനുശേഷം അദ്ദേഹം ആഫ്റ്റർ ദി സബാൾട്ടേൺ സ്റ്റഡീസ് എങ്ങനെ പാർത്ത ചാറ്റർജി കുറച്ചു കാലം മുമ്പ് EPW ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ എഴുതി ആഫ്റ്റർ ദി സബാൾട്ടേൺ. അത് ഞങ്ങൾ എന്തുകൊണ്ട് ആ സബാൾട്ടേണിന്റെ കാലം കഴിഞ്ഞു, ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞു, അതിന്റെ പോരായ്മകൾ എന്തായിരുന്നു എന്ന് വിശദമാക്കി എഴുതിയ ലേഖനം പ്രതിപാദിച്ചു. പിന്നീട് അദ്ദേഹം ക്ലിഫോർഡ് ഗേറ്റ്സ്, നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട ബാലിനിസ് കോക്ക് ഫൈറ്റ് ഡീപ് പ്ലേ, അതുപോലെ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പ്യൂരിറ്റി ആൻഡ് ഡേഞ്ചർ. എന്താണ് ഈ വൃത്തി അല്ലെങ്കിൽ വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അഴുക്ക് എന്നതിൻ്റെ അവരുടെ നിർവചനം വളരെ പ്രസിദ്ധമാണ്. സ്ഥാനം തെറ്റിയ വസ്തുവാണ് അഴുക്ക്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം വായിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കറി വായിലേക്ക് പോകുമ്പോൾ അഴുക്കല്ല, നമ്മുടെ കയ്യിലാവുമ്പോൾ അഴുക്കല്ല, കൈ കൊണ്ട് കഴിക്കുന്നവരാണ്. അത് നമ്മുടെ ചുരിദാറിലോ പാൻസിലോ ഷർട്ടിലോ വീണാൽ അത് അഴുക്കായി. അപ്പൊ സ്ഥാനം തെറ്റിയ ഒരു വസ്തുവാണ് അഴുക്ക്. അതുപോലെ ഡീപ് പ്ലേ, ബാലിദ്വീപിലെ കോഴിപ്പോരിനെ പറ്റി റസാഖ് മാഷ് വിവരിച്ചു. അതിലാണ് സാന്ദ്ര വിവരണം, തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള സങ്കേതം. അത് പിന്നീട് പല ചരിത്രകാരന്മാർക്കും ഭയങ്കരമായി സ്വാധീനിച്ച അവരുടെ പ്രബന്ധമാണ്, അതുപോലെ തന്നെ അവരുടെ പുസ്തകം പ്യൂരിറ്റി ആൻഡ് ഡേഞ്ചർ. പിന്നെ ഏറ്റവും ഒടുവിൽ നതാലി ഡേവിസിന്റെ ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗെയർ. അത് പിന്നീട് ഞാൻ ക്ലാസ്സിൽ പറയാം അതിന്റെ കഥ. അതുപോലെ പിന്നെ മലബാർ കലാപത്തിലേക്ക് വരുമ്പോൾ ഈ വാഗൺ ട്രാജഡി എന്ന് നമ്മൾ തെറ്റായി, അല്ലെങ്കിൽ നമ്മളെ തെറ്റായി പഠിപ്പിച്ച വാഗൺ മാസക്കർ എന്ന് പറയേണ്ട വാഗൺ കൂട്ടക്കൊലയാണത്. അതിലെ തട്ടാൻ തൊപ്പിയിട്ട അഹമ്മദ്. അപ്പോൾ ആ ഒരു പേരിൽ, ആ ഒരു അഭിധാനം, ആ ഒരു ടേം തട്ടാൻ, അതിലൂടെ എങ്ങനെ കാസ്റ്റിന്റെ, ഇപ്പോൾ മതം മാറിയവരുടെ പോലും പിന്നെ അതൊക്കെ വളരെ വലിയ വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മുഹമ്മദ് ഷാ എന്നുള്ള പേരിൽ നിന്ന് നമ്മൾ ഒരു സൂഫിസത്തിന്റെ ഒരു ഭൂമികയിലേക്ക് എത്തുന്നു. അതുപോലെ മിസ്രി, അതുപോലെ മറ്റു പേരുകളിലേക്കൊക്കെ നിന്ന് നമ്മൾ എവിടെ ഈജിപ്തിലേക്കും സിറിയയിലേക്കും ഇറാഖിലേക്കുമൊക്കെ അതിൻ്റെ ചരിത്രത്തിന്റെ ദിശ നീങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിൽ അനാലിസിസ് തൊട്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഫ്രം ബിലോ, സബാൾട്ടേൺ ഹിസ്റ്ററി, മൈക്രോ ഹിസ്റ്ററി, കൾച്ചറൽ ആന്ത്രോപോളജി തുടങ്ങിയ നാനാ വിഷയങ്ങളെക്കുറിച്ച് അതിൽ ഇടപെട്ട, അതിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രശസ്തരായ ചരിത്രകാരന്മാർ, അവരുടെ ഗ്രന്ഥങ്ങൾ ഒക്കെ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിന്ന ഈ പ്രഭാഷണത്തിൽ പറയുകയും, അങ്ങനെ ഈ മൈക്രോ ഹിസ്റ്ററി എന്താണ്, അതും ഇന്ത്യയുടെ ലോക്കൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററിയും മൈക്രോ ഹിസ്റ്ററിയും ഒക്കെ അർത്ഥവത്താവുന്നത് അതിൻ്റെ മാക്രോ കോണ്ടക്സ്റ്റിൽ. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചുവന്ന ചെങ്കൊടി കണ്ടു എന്ന് വെക്കൂ. ആ ചെങ്കൊടി നിങ്ങളുടെ ഗ്രാമത്തിന്റെ അതിരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആ ചെങ്കൊടിയുടെ ചരിത്രത്തിലേക്ക് പോയാൽ അത് റഷ്യൻ വിപ്ലവത്തിലേക്കും ചൈനീസ് വിപ്ലവത്തിലേക്കും അതിനും മുൻപുള്ള കാൾ മാർക്സിലേക്കും എംഗൽസിലേക്കും അതിനും മുൻപുള്ള ഉട്ടോപ്യൻ സോഷ്യലിസത്തിലേക്കും ഒക്കെ എത്തും. അപ്പോ മൈക്രോ ഹിസ്റ്ററി ഈസ് ഇൻഡീഡ് ലോക്കൽ ഹിസ്റ്ററി ആൻഡ് മൈക്രോ ഹിസ്റ്ററി ഈസ് ഇൻഡീഡ് ലോക്കലൈസ്ഡ്. മൈക്രോ ഹിസ്റ്ററിയിൽ മെനോച്ചിയോ അതുപോലുള്ള മാർട്ടിൻ ഗിയർ പോലുള്ള വ്യക്തികളിലേക്ക് നീങ്ങുമ്പോൾ തന്നെ അത് ഒരു മാക്രോ ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് അപഗ്രഥിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോക്കൽ ഹിസ്റ്ററി ചെയ്യുമ്പോഴും അത് ഇന്റലിജിബിൾ, അത് കൂടുതൽ അർത്ഥപൂർണമാവാൻ ഒരു മാക്രോ കോണ്ടക്സ്റ്റിൽ അപഗ്രഥിക്കപ്പെടണം. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പാറമണ്ണയിലുള്ള ശവകുടീരങ്ങളുടെ ചരിത്രത്തിലൂടെ പോയാൽ നമുക്ക് ലോക ചരിത്രത്തിലേക്ക് തന്നെയുള്ള പ്രവേശിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഗ്രാമത്തിലെ ഏത് തരം ചെങ്കൊടിയല്ല, ഇനിയിപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയാണെങ്കിലും അത് ചെന്നെത്തുക മാക്രോ കോണ്ടക്സ്റ്റിലേക്കാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മെ മൈക്രോ ഹിസ്റ്ററിയെക്കുറിച്ചും ലോക്കൽ ഹിസ്റ്ററിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ 20ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ചരിത്രധാരകളെ കുറിച്ചും
ആ ധാരകൾക്ക് ചുക്കാൻ പിടിച്ച ഏറ്റവും പ്രഗത്ഭരായ ചരിത്രകാരന്മാരെ കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ചരിത്രം ഇന്ന് ലോകത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ചും, എന്ന് വെച്ചാൽ ചരിത്രം ചമ്പരൻ സത്യാഗ്രഹത്തിലോ മിന്റോ മോർലി റിഫോംസിലോ സ്തംഭിച്ചു നിൽക്കുകയല്ല. ഈ അമേരിക്കയിലെ ന്യൂ കൾച്ചറൽ ഹിസ്റ്ററിയിലെ ചില ടൈറ്റിൽസ് ഒക്കെ കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകുന്ന തരത്തിലുള്ള ടൈറ്റിൽസ് ആണ്, അല്ല പ്രമേയങ്ങളാണ് അവർ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഒരു ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നു റസാഖ് മാഷ്. ഈ പരിപാടിയിൽ നന്ദി അറിയിക്കാനായി ഞങ്ങൾ 2 കോളേജുകൾ കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ നന്ദി അറിയിക്കാനായി പറയൂ. Can you just ask Sebastian to make some comments? തീർച്ചയായും. Is there time? സെബാസ്റ്റ്യൻ സാർ ഉണ്ടോ? സെബാസ്റ്റ്യൻ സാർ ഉണ്ട്. സെബാസ്റ്റ്യൻ സാർ, അപ്പൊ ഞാൻ നീട്ടുന്നില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് സെബാസ്റ്റ്യൻ സാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാവും. ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇതിന്റെ തുടക്കം മുതൽ ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റസാഖ് മാഷ് പറഞ്ഞതും ഷിന സാർ പറഞ്ഞതും ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ഇത് വളരെ എന്താണ് പറയുന്നത്, കുട്ടികൾക്ക് പ്രയോജനകരമായ രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പ് ആയി മാറിയിട്ടുണ്ട്. കാരണം സാർ ആ രീതിയിലാണ് ഇതിനെ കൊണ്ടുപോയത്, ഫ്രം മൈക്രോ ടു മൈക്രോ എന്നൊരു സംഗതി. അത് എനിക്ക് പിന്നെ റസാഖ് മാഷിനോട് ഒരു ചെറിയൊരു സന്ദേഹം പങ്കുവെക്കാനുള്ളത്. സാറോട് ഉണ്ടോ? അതോ എനിക്കൊരു ചെറിയൊരു സന്ദേഹം എന്നുള്ളത്, നമ്മുടെ ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഫെർണാൻ ബ്രോദയിലെ നമ്മളെല്ലാവരും ഒരു ടോട്ടൽ ഹിസ്റ്ററി ലോങ് ടൂറെ മാക്രോ അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് എല്ലാം കാണുന്നത്. പക്ഷെ ഫെർണാൻ ബ്രോദയില് അദ്ദേഹം ഒരർത്ഥത്തിൽ ഈ മൈക്രോ നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ഈ 3 പ്ലെയിനിൽ നിൽക്കുന്ന 3 ടെമ്പറൽ സ്പേഷ്യൽ ഡയമെൻഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ, അതിപ്പോ ഒരു ആട്ടിടൻ കുന്നിലുള്ള ഒരു ആട്ടിടനോ, താഴെയുള്ള ഒരു കർഷകനോ, അല്ലെങ്കിൽ പോർട്ട് സിറ്റിയിലുള്ള ഒരു വ്യാപാരിയോ, അല്ലെങ്കിൽ ഒരു കപ്പിത്താനോ, അപ്പൊ ഇവരുടെ ലൈഫിനെ കോർത്തിണക്കുന്ന ഒരു മെത്തേഡിലൂടെ അദ്ദേഹം അവിടെ ഒരു മൈക്രോ ആസ്പെക്റ്റോട് അദ്ദേഹം അവിടെ അതിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം വരുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തില്, എസ്പെഷ്യലി സ്ട്രക്ചേഴ്സ് ഓഫ് എവരിഡേ ലൈഫില്, അവിടെയാണ് സത്യത്തിൽ ഈ ഹിസ്റ്ററി ഓഫ് എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു സ്കൂളിങ് തന്നെ ഹിസ്റ്ററിയിൽ വരുന്നത് എന്ന് എനിക്ക് ഒരു ചെറിയൊരു എൻ്റെ ഒരു വെറൊരു വേർഷൻ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രം ഞാനത് പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്, ഈ മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ ഓരോ ഫെസ്റ്റിവല് അല്ലെങ്കിൽ ഓരോ ഈവെന്റ്സ് അതിലേക്ക് ചുരുങ്ങുന്നതാണോ, അത് വേണമെങ്കിൽ അതൊരു വാക്കിലേക്ക് ചുരുങ്ങാം എന്നല്ലേ നമ്മളെ ലുസിയൻ ഫേവർ പഠിപ്പിക്കുന്നത്. കാരണം റബലായില് ഏത്തീസം എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്കിൽ നിന്നുമാണ് ഒരു വലിയ മഹാചരിത്രം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം സാറ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ കണക്ട് ചെയ്യുവാണ്. ഇപ്പം പിന്നെ റസാഖ് സാറ് പറഞ്ഞതൊന്ന് കണക്ട് ചെയ്യാണ്. ഇപ്പം സാറിപ്പോ പറഞ്ഞല്ലോ, 1 മിനിറ്റ്, ഞാൻ സാറ് പറഞ്ഞ തട്ടാൻ തൊപ്പിയിട്ട അഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരിന്റെ ഒരു പഠനം, അപ്പൊ എത്രമാത്രം വിശാലമായിട്ട് അതിനെ കൊണ്ടുപോകാമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. കാര്യം എത്തീസം എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്കിനെ വെച്ചാണ് റബലായി ഒരു എത്തീസ്റ്റ് അല്ല എന്ന ഒരു വാദം ലൂസിയൻ ഫേവർ മുന്നോട്ട് വെക്കുന്നത്. കാര്യം ഒരു അത്രയ്ക്ക് കോൺക്രീറ്റൈസ്ഡ് ആയിട്ടുള്ള, വളരെ പ്രിസൈസ് ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ ആ സമയത്ത് പോസിബിൾ അല്ലായിരുന്നു എന്നാണല്ലോ അദ്ദേഹം മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ മനസ്സിലെ ഭാവനയിൽ അങ്ങനെ സാധ്യമല്ല എന്ന ഒരു ഭാഷാപരമായ ഒരു പഠനത്തിലൂടെ, വേണമെങ്കിൽ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറലിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അത് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ ഈ ലോക്കൽ ഹിസ്റ്ററിയിൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് കാണുന്ന ഒരു വലിയൊരു പ്രതിഭാസം എന്ന് പറയുന്നത്, കുട്ടികളെല്ലാവരും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ആർക്കിയോളജിക്കൽ സാമഗ്രി കിട്ടാനുണ്ടോ എന്നൊരു ഓട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ നോട്ടത്തിലും ഓട്ടത്തിലും അവര് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നെക്സ്റ്റ് യുവർ ഡോർ സ്റ്റെപ്പ് ദർ ഈസ് ആൻ ആർക്കൈവ്സ് എന്ന് പറയുന്ന പോലെ
തൊട്ടപ്പുറത്തെ പടിപ്പുരയ്ക്ക് അപ്പുറത്ത് ഒരു വലിയ ആർക്കൈവ്സ് ഉണ്ടെന്നുള്ള ഒരു ബോധ തലത്തിലേക്ക് അവരെ എത്തിക്കുവാനായിട്ട് റസാഖ് മാഷിന്റെ ഈ പ്രഭാഷണം അതിനാണ് അവരെ സഹായിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഇങ്ങനെ ഒരു കമന്റ് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആക്ച്വലി ഞാൻ കമന്റ് പറയേണ്ട കാര്യമേ ഇല്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു എറുഡൈറ്റ് റെൻഡിഷൻ നമ്മളിവിടെ കേട്ടത്. കാര്യം ഇത് റസാഖ് മാഷ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുവാൻ എനിക്കും അവകാശമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനും ഇദ്ദേഹത്തിന്റെ ക്ലാസ് ഫറൂഖ് കോളേജിൽ ഇരുന്ന് ഒരു ഫുള്ള് ഡേ ഒരു 2 hour ലെക്ചർ ഞാനും കേരള ഹിസ്റ്ററി കോമേഴ്സിന് കേട്ടതാണ്. അതുകൊണ്ട് I also take pride in saying that I am also a student of Professor Abdul Razak. And thank you very much, sir, for asking me to come, and also thank you, Shinas, for giving me an opportunity to talk a few words. Thank you so much. താങ്ക് യു സെബാസ്റ്റ്യൻ സർ. ഇനി ഈ പരിപാടിയിൽ നന്ദി പറയാനായി സെന്റ് മേരീസ് കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ലിജി ഫ്രാൻസിസ് ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട റസാഖ് സർ, ഷിനാസ് സർ, സെബാസ്റ്റ്യൻ സർ, ഏറ്റവും ആദരണീയരായ മറ്റ് അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, KKTM കോളേജും സെന്റ് മേരീസ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ലോക്കൽ ഹിസ്റ്ററി വർക്ക്ഷോപ്പ് ആദ്യ ദിവസം തന്നെ നമുക്ക് ഉദ്ഘാടകനായി ലഭിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റസാഖ് സാറിനെയാണ്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിന്റെ യാദൃശ്ചികതയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അതും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നല്ല രസകരമായി പറഞ്ഞു തുടങ്ങി. എങ്ങനെ ഈ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിൽ ശാസ്ത്ര വിഷയങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടത്, ഇനിയും ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം പറഞ്ഞു. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതുപോലെ ഒരു പേര് എങ്ങനെ ചരിത്രത്തിന്റെ വിശാലതയിലേക്ക്, നമ്മുടെ ആ ഒരു ചിന്താ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊക്കെ എന്ത് രസകരമായിട്ടാണ് ഈ ഒരു സെഷൻ കടന്നുപോയതെന്ന്. ഇത്രയൊരു സമയം നമ്മൾ വളരെ രസകരമായി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ സമയം അത്രയധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്നാണ് ഈ ആദ്യ ദിനം തന്നെ. അതിൽ ഏറ്റവും നല്ല സന്തോഷമുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ ഏവരുടെയും ഹൃദയംഗമമായ നന്ദി റസാഖ് സാറിന് രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇവിടെ വന്നു ചേർന്ന തന്റെ മഹനീയ സാന്നിധ്യത്തിൽ സെബാസ്റ്റ്യൻ സാർ കൂടിയുണ്ട്. ഒപ്പം ഷിനാസ് സാർ ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സെബാസ്റ്റ്യൻ സാറിനും ഷിനാസ് സാറിനും പിന്നെ വേറെ കുറെ അധ്യാപകർ കൂടിയുണ്ട്. എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേൾക്കാം. വളരെ സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എല്ലാം വെച്ചടുക്കി ഒരു മണിക്കൂറുണ്ട്. അത് നന്നായി. എനിക്ക് ഉറപ്പില്ലായിരുന്നു ഈ കാല് വേദന തുടങ്ങുമെന്നുള്ള. അത് കാല് ചരിത്രത്തിലേക്ക് മുങ്ങിയപ്പോ കാലിന്റെ വേദന പോയതാ. അത് പോയി.